محمد وعلى آله وصحبه وسلم تسليما دائما إلى يوم الدين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون. بسم الله الرحمن الرحيم. فوسوس له الشيطان قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى. بسم الله الرحمن الرحيم. من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. പരിശുദ്ധ ഇസ്ലാമിന്റെ പരിപാവനമായ വളവും തിരിവുമില്ലാത്ത നിയമങ്ങളും ശാസനകളും ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം റസൂലയുടെ മഹത്തായ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും വിവരണങ്ങളിൽ നിന്നും വിശദീകരണങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൽ അവ ശരിക്കും അനുഷ്ഠിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ഭക്തന്മാരായി ജീവിച്ചു മരിക്കാൻ ആദ്യം എന്നോടും തുടർന്ന് പ്രിയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചുകൊള്ളുന്നു. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞ് ഹുദല്ലിൽ മുത്തഖീൻ, തഖ്വ ജീവിതത്തിൽ കൈക്കൊള്ളുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ആണ് ഖുർആൻ ഹുദ സന്മാർഗ ദർശനം ആവുക എന്ന്. അതുപോലെ തന്നെ സ്വർഗലോകം സൃഷ്ടിച്ചതിനെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞ് ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം ഞാൻ സൃഷ്ടിച്ചത് ജീവിതത്തിലെ തഖ്വ പ്രകടിപ്പിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയാണ് എന്ന്. സൂറത്ത് സുമറിൽ അല്ലാഹ് പറഞ്ഞ് വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ, ജീവിതത്തിൽ തഖ്വ കൈക്കൊണ്ട സ്ത്രീ പുരുഷന്മാരെ സ്വർഗത്തിന്റെ നേരെ ഞാൻ സംഘം സംഘമായി ആനയിക്കും, തെളിച്ചു കൊണ്ടുപോകുമെന്ന്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ കൈക്കൊള്ളുക എന്ന് ധാരാളം സൂക്തങ്ങളിൽ നിർദ്ദേശിക്കുന്നത് കാണാം. അതുപോലെ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, പടച്ചോൻ മുത്തഖീകളെ ആണ് അവൻ തൃപ്തിപ്പെടുക, ഇഷ്ടപ്പെടുക എന്നും ധാരാളം സൂക്തങ്ങളിൽ നമ്മളെ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ അല്ലാഹ് പറഞ്ഞ് ആദമിന്റെ മക്കളെ, നിങ്ങൾക്ക് ഞാൻ നഗ്നത മറക്കാൻ വസ്ത്രം ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്ന്, അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കളും ശേഷം അല്ലാഹ് പറഞ്ഞു വലിബാസു തഖ്വ ദാലിക ഖൈർ, എന്നാൽ തഖ്വയാണ് ഏറ്റവും നല്ല വസ്ത്രം എന്നല്ല ഉണർത്തുകയാണ്. ആ പരിശുദ്ധ ഖുർആനിൽ ആണിനും പെണ്ണിനും നഗ്നത മറക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം തഖ്വയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ് നിങ്ങൾ നല്ലതൊക്കെ ഭക്ഷിച്ചുകൊള്ളുക, ഒന്ന് നിങ്ങൾ നിഷിദ്ധമാക്കരുതെന്ന് പറഞ്ഞിട്ട് ശേഷമുള്ള പറഞ്ഞ് ഫതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വ, ഏറ്റവും നല്ല ഭക്ഷണം തഖ്വയാണ്, മനുഷ്യന് ഏറ്റവും നല്ല ആഹാരം തഖ്വയാണ് എന്നും ഖുർആൻ ഉണർത്തുകയാണ്. ഇത്രയും ഞാൻ വിശദീകരിച്ചതിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ തഖ്വക്ക് നൽകുന്ന പ്രാധാന്യം, അതിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എല്ലാ പ്രസംഗത്തിന്റെ മുമ്പും പ്രവാചകൻ തഖ്വ കൊണ്ട് സ്ത്രീ പുരുഷന്മാരെ വസിയത്ത് ഉപദേശിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് തഖ്വ?
ഭാഷയിൽ അതിന്റെ അർത്ഥം സൂക്ഷിക്കുക, അല്ലെ തടുക്കുക, അല്ലെ ജാഗ്രത പുലർത്തുക എന്നെല്ലാമാണ്. മതത്തില് ശറയിൽ എന്താണ് എന്നതാണ് നാം കാര്യമായി പരിശോധിക്കേണ്ടത്. ഒരിക്കൽ ഖലീഫ ഉമർല്ലാഹു പ്രഗൽഭ സഹാബി വര്യനായ ഉബയ്യ് ബിൻ കഅബ് ചോദിച്ച്, പരിശുദ്ധ ഖുർആൻ വളരെയധികം പ്രാധാന്യം നൽകുന്ന സംഗതിയാണല്ലോ തഖ്വ. എന്താണ് ഉബയ്യ തഖ്വ എന്ന്? അപ്പൊ ഉബയ്യ് അല്ലാഹു അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു ഉമറിനോട്. ഉമറെ, അമാ സലക്ത തരീഖൻ ദാ ശൗക, താങ്കള് മുള്ളും അതുപോലെ തന്നെ കുട്ടിക്കഷ്ണങ്ങളും കുണ്ടും കുഴിയൊക്കെ ഉള്ള ഇടവയിലൂടെ താങ്കൾ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഉമർലാവനെ ധാരാളം സഞ്ചരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭരണാധികാരം എന്റെ കയ്യിൽ കിട്ടിയ ശേഷം എന്റെ പ്രജകളുടെ ജീവിതം പരിശോധിക്കാൻ വേണ്ടി ഞാൻ സഞ്ചരിക്കാത്ത ഇടവഴികളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉബയ്യുള്ള പറഞ്ഞ്, താങ്കൾ അങ്ങനെ ഇടവഴിയിലൂടെ ഉപദ്രവ ജീവികളും കുണ്ടും കുഴിയും അതുപോലെ തന്നെ മുള്ളൊക്കെയുള്ള ഇടവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ താങ്കൾ എന്താണ് ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഉമർല പറഞ്ഞ്, ഷമ്മർത്തു വഹദർത്തു, ഞാൻ ശരിക്ക് എന്റെ ആ തുണിയൊക്കൊന്ന് കുത്തിപ്പൊക്കും, എന്നിട്ട് ഞാൻ ശരിക്ക് ജാഗ്രത പുലർത്തും. എന്റെ ഓരോ കാൽപാദം വെക്കുന്നത് ഒരു മുള്ളിന്റെ മുകളിലാണോ, ഒരു വിഷസർപ്പത്തിന്റെ ശരീരത്തിന്റെ മുകളിലാണോ എന്നൊക്കെ സൂക്ഷ്മത പുലർത്തി വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ ഞാൻ ഇടവയിലൂടെ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉബയ്യുള്ള പറയാണ്, ദാഖ തഖ്വ, എങ്കിൽ ഉമറെ അതാണ് തഖ്വ എന്ന് പറഞ്ഞു. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ കുണ്ടും കുഴിയും മുള്ളും അല്ലമുള്ള ഉപദ്രവകാരികൾ വിഷജീവികളൊക്കെയുള്ള ഇടവയിലൂടെ നടക്കുമ്പോൾ നമ്മൾ ജാഗ്രത പുലർത്തുന്നത് പോലെ ഓരോ രംഗത്തും നമ്മൾ പ്രവേശിക്കുമ്പം പടച്ചോൻ നിഷിദ്ധമാക്കിയ ഹറാമുകൾ അത് പടച്ചോൻ എന്റെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടോ എന്ന ആ സൂക്ഷ്മത അല്ലെങ്കിൽ ആ ജാഗ്രത, അതിനാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുക. ഇത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അൽ ഹലാലു ബയ്യിനു വൽ ഹറാമു ബയ്യിനു. ഇസ്ലാം മതം ഹറാമാക്കിയ സംഗതിയൊക്കെ മിക്ക ആളുകൾക്കും വ്യക്തമാണ്. വ്യക്തമാവാത്തത് കൊണ്ടല്ല ജനങ്ങൾ അത് ചെയ്യുന്നത്, ആ ഹറാമ് ചെയ്യുന്നത്. ഇപ്പൊ മദ്യപാനം, അതുപോലെ തന്നെ കള്ളുകുടി, വ്യഭിചാരം, അതുപോലെ തന്നെ പലിശ വാങ്ങല്, കൈകൂലി വാങ്ങല്, ചതി, വഞ്ചന, ഇതൊന്നും ഇപ്പം മനുഷ്യന്മാർക്ക് അറിയാത്തത് കൊണ്ടല്ല. ഇസ്ലാം പറയാണ്, അൽ ഹറാമു ബയ്യിനും, ഇസ്ലാമിന് നിഷിദ്ധമാക്കിയ സംഗതികളൊക്കെ മിക്ക ആണിനും പെണ്ണിനും വ്യക്തമാണ്. വൽ ഹലാലു ബയ്യിനും, അനുവദനീയമായ മിക്ക സംഗതികളും മനുഷ്യന്മാർക്ക് വ്യക്തമാണ്. എന്നിട്ട് ശേഷം പറഞ്ഞു, ബൈനഹുമാ ഉമൂറും മുസ്തബിഹാത്തുൻ, എന്നാൽ ഹറാമിന്റെയും ഹലാലിന്റെയും അനുവദനത്തിന്റെയും നിഷിദ്ധത്തിന്റെയും ഇടയിൽ ചില സംഗതികളുണ്ട്. അതിന്റെ യഥാർത്ഥ മതരീതി ഹുക്മ് ആയത്തിന് ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതന്മാർക്ക് അറിയുള്ളൂ, നാടന്മാർക്ക് അത് അറിഞ്ഞോണമെന്നില്ല. എന്നിട്ട് നബിസ്ലാസം പറഞ്ഞ് അങ്ങനത്തെ സംഗതികൾ ഹറാമാവാനും സാധ്യതയുണ്ട്, ഹലാലാവാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ സംഗതികൾ വരെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വർജിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മൾ മുത്തഖിയാവുള്ളൂ എന്ന് നബിസ്ലാസം ഉണർത്തുകയാണ്. അപ്പൊ ഈ ഹദീസിൽ നിന്നും ഒക്കെ വ്യക്തമായി ഹറാമുകൾ പടച്ചോന് തൃപ്തിയില്ലാത്തത്, അല്ലെ പടച്ചോനെ ഹറാമാക്കിയത് പടച്ചോനെ എന്റെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടോ എന്ന് ഓരോ രംഗത്തും നമ്മൾ ജാഗ്രത പുലർത്താം. ഏതാനും ചില ഉദാഹരണത്തോടെ വിശദീകരിക്കാം. ഇപ്പൊ നമ്മളുടെ സംസാരം, നമ്മൾ സംസാരിക്കുന്ന അവസരത്തിൽ ആ സംസാരത്തിൽ നാക്കിന് നികുതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും പടച്ചവൻ ചില നികുതികളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. സംസാരത്തിന് ചില പരിധികളും അതുപോലെ തന്നെ ചില അതിർത്തി വരമ്പുകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കും, പടച്ചവന് തൃപ്തിയില്ലാത്തതിന്റെ സംസാരത്തിൽ വന്നോ, പടച്ചവന്റെ ആ പരിധികൾ ഞാൻ ലംഘിച്ചോ എന്ന് നമ്മൾ സൂക്ഷ്മത പുലർത്താം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ നേർക്ക് നേരുള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ, നേരായത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ വജിതനിബു അർറിജ്സ മിനൽ ഔസാനി വജിതനിബു ഖൗലസ്സൂർ, വിഗ്രഹാരാധന, വിഗ്രഹത്തെ നിങ്ങളെ ശിർക്ക് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഖുർആൻ പറഞ്ഞു
അതുപോലെ തന്നെ നിങ്ങൾ കളവ് പറയുന്നത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ സംസാരിക്കുന്ന അവസരത്തിൽ പഠിച്ചോന് ഞാനിപ്പം പറഞ്ഞത് അടിസ്ഥാനരഹിതാണോ, ഞാനിപ്പം കളവാണോ പറഞ്ഞത് എന്ന് നമ്മൾ മനസാക്ഷിയോടൊന്ന് ചോദിക്കാം. അവനാണ് യഥാർത്ഥ മുത്തഖി, അതാണ് തഖ്വ. യഥാർത്ഥത്തിൽ ആ വ്യക്തി നീണ്ട വസ്ത്രം കുപ്പായം ധരിച്ചിട്ടില്ല, അയാൾക്ക് നീണ്ട തലപ്പാവില്ല, നീണ്ട താടില്ലെങ്കിലും സംസാരിക്കുന്ന അവസരത്തിൽ ഖുർആൻ നിശ്ചയിച്ചു തന്ന പരിധികൾ ഞാൻ ലംഘിക്കുന്നുണ്ടോ എന്ന ജാഗ്രത സൂക്ഷ്മത ഉണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ യഥാർത്ഥത്തിൽ മുത്തഖി ആ വ്യക്തിയാണ്. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു വലാ തഅ്മുലൂന്ന, നമ്മുടെ ഭാര്യമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ വരെ പഠിച്ചോൻ പറഞ്ഞ് ഭാര്യനെ മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഭാര്യനോട് സംസാരിച്ച ശേഷം നിങ്ങളെ മനസാക്ഷിയോട് ചോദിക്കുക, പഠിച്ചോനെ ഞാൻ ഇപ്പൊ എന്റെ ഭാര്യനെ വേദനിപ്പിച്ച നിലക്ക് അല്ലെ അവർക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന നിലക്ക് ഞാൻ സംസാരിച്ചോന്ന് ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ അയൽവാസിയോട് നമ്മൾ സംസാരിക്കുമ്പം മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പം പഠിച്ചോൻ പറഞ്ഞ ആ വേദനിപ്പിക്കല് ആ ബുദ്ധിമുട്ടിക്കല് നമ്മളെ സംസാരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നാം ജാഗ്രത പുലർത്താം. അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മളിപ്പോ ഒരു അമുസ്ലിമിനോട് പെരുമാറുകയാണ്, അതിൽ അയൽവാസിയോട് പെരുമാറുകയാണ്, വേദനിപ്പിക്കല് ആ ബുദ്ധിമുട്ടിക്കല് നമ്മളെ സംസാരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നാം ജാഗ്രത പുലർത്താം. അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മളിപ്പോ ഒരു അമുസ്ലിമിനോട് പെരുമാറുകയാണ്, അതിൽ അയൽവാസിയോട് പെരുമാറുകയാണ്, അല്ലെങ്കിൽ നമ്മളെക്കാളും വയസ്സെത്തിയ പ്രായമെത്തിയ വ്യക്തികളോട് നമ്മൾ പെരുമാറുകയാണ്, അല്ലെങ്കിൽ നമ്മെക്കാളും പ്രായം കുറഞ്ഞ കുട്ടികളോട് നമ്മൾ പെരുമാറുകയാണ്. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന അവസരത്തിൽ പഠിച്ചോനെ എന്റെ പെരുമാറ്റത്തിൽ മറ്റവന് പ്രയാസമുണ്ടാക്കുന്ന മനപ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലും എന്നിൽ വന്നുപോയോ എന്ന് നമ്മൾ സൂക്ഷ്മത നമ്മൾ പുലർത്തുക. എങ്കിൽ ഖുർആന്റെ ഭാഷയിൽ പ്രവാചകന്റെ ചര്യന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യഥാർത്ഥ മുത്തഖിയാണ്. അതുപോലെ തന്നെ ധനം സമ്പാദിക്കുന്ന അവസരത്തിൽ പഠിച്ചോന് തൃപ്തിയില്ലാത്ത നിലയ്ക്ക് ഞാൻ ധനം സമ്പാദിച്ചിട്ടുണ്ടോ, എന്റെ കച്ചവടം പഠിച്ചോൻ പറഞ്ഞ മാതിരി തന്നെയാണോ, പഠിച്ചോന് തൃപ്തിയുള്ളതാണോ എന്റെ കച്ചവടം, അല്ലെങ്കിൽ എന്റെ ധനാഗമന മാർഗം ഏതാവട്ടെ, സ്വത്ത് നമ്മൾ സമ്പാദിക്കുന്ന അവസരത്തിൽ ധനമുണ്ടാക്കുന്ന അവസരത്തിൽ പഠിച്ചോന് തൃപ്തിയില്ലാത്ത നിലക്ക് അല്ലെങ്കിൽ ഹറാമായ നിലക്ക് ധനം ഞാൻ സമ്പാദിക്കുന്നുണ്ടോ എന്നൊരു ജാഗ്രത നമ്മൾ പുലർത്താം. അങ്ങനെ നമ്മൾ പുലർത്തിയിട്ടുണ്ടെങ്കിൽ വേഷത്തിൽ ചിലപ്പങ്ങള് ഫാൻസാണ് ഇട്ടത്, ഇൻസൈഡുകളാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് സുന്ദരമായ തലപ്പാവും തലീക്കെട്ടൊന്നുമില്ല, നീണ്ട താടില്ലെങ്കിലും യഥാർത്ഥത്തിൽ അവനാണ് യഥാർത്ഥ മുത്തഖി. അതുപോലെ തന്നെ നാം നേടിയെടുത്ത സ്വത്ത് അത് ചിലവ് ചെയ്യുന്ന സമയത്തും പഠിച്ചോന് തൃപ്തിയില്ലാത്ത നിലക്ക് ഞാൻ ധനം ചിലവ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സമ്പാദിച്ച ധനം തന്നെയാണ്, നേടിയെടുത്ത ധനം തന്നെയാണ്, എങ്കിലും ആ ധനം ചിലവ് ചെയ്യുന്ന അവസരത്തിൽ പഠിച്ചോന് തൃപ്തിയില്ലാത്ത നിലക്ക് ഞാൻ ധനം ചെലവ് ചെയ്തോ, ഞാൻ സംഭാവന കൊടുത്ത് ആ സംഭാവന കൊടുത്തത് പഠിച്ചോന് തൃപ്തിയുള്ള നിലക്ക് തന്നെയാണ് ഞാൻ സംഭാവന കൊടുത്തത്. ഇങ്ങനെ നമ്മൾ സമ്പാദിച്ച ധനമാണെങ്കിലും അത് ചിലവ് ചെയ്യുമ്പം പഠിച്ചോന് കുറെ അതിർത്തി വരമ്പുകളുണ്ട്, അവന്റെ ദൂതന് കുറെ ഹുദൂദുകൾ അതിർത്തികളുണ്ട്, അതിനെ നമ്മൾ മറികടക്കുന്നുണ്ടോ എന്ന് നമ്മൾ സൂക്ഷ്മത പുലർത്തിയാൽ വേഷത്തിൽ പ്രാദേശിക അനുസരിച്ചൊക്കെ മാറ്റങ്ങളുണ്ടാവും. അറബികള് നീണ്ട നിസ്കാരക്കുപ്പായാണ് ധരിക്കാം, അതേസമയത്ത് ഇന്തോനേഷ്യക്കാരും അമേരിക്കക്കാരും അവരൊക്കെ മുസ്ലിങ്ങളാണല്ലോ, അവരെ വസ്ത്ര സംവിധാനം വേറൊരു നിലക്കായിരിക്കും. അപ്പൊ പ്രദേശത്തിനനുസരിച്ച് വസ്ത്രധാരണന്റെ രീതിയിലും സ്വഭാവത്തിലൊക്കെ വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടുവന്ന് വരും. അങ്ങനെ വസ്ത്രധാരണത്തിന്റെ രീതിയിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായാലും യഥാർത്ഥത്തിൽ ആ വ്യക്തിയാണ് പരിശുദ്ധ ഖുർആന്റെ അല്ലെ തിരുസുന്നത്തിന്റെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ മുത്തഖി. അതുപോലെ തന്നെ ധനത്തെക്കാളും നമ്മൾ വിലമതിപ്പിക്കേണ്ടത് സമയത്തേനാണ്. അപ്പൊ നമ്മുടെ സമയം ചിലവ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ സമയത്തിന് പഠിച്ചോന് തൃപ്തിയില്ലാത്ത നിലക്ക് സമയം ചിലവ് ചെയ്തോ, അല്ലെങ്കിൽ നമ്മുടെ സമയം നല്ല കാര്യത്തിനാണോ സമയം ചിലവ് ചെയ്തത്, അതൊക്കെ നമ്മൾ ജാഗ്രത പുലർത്താം. കാരണം ഖുർആൻ പറഞ്ഞ വല്ലദീന വൈദാ മറൂ കിറാമ, അനാവശ്യ കാര്യത്തിന്റെ അടുത്തുകൂടെ അവർ നടന്നു പോകുകയാണെങ്കിൽ വെറുതെ സമയം അതിലേക്ക് തലട്ട് നോക്കി സമയം വേസ്റ്റ് ചെയ്യൂല.
സമയം അവർ ചെലവ് ചെയ്തൂല. മാന്യന്മാരായിട്ട് അവർ നടന്നു പോകുമെന്ന് ഖുർആൻ ഉണർത്തുകയാണ്. അപ്പൊ നമ്മുടെ സമയം നമ്മൾ ചിലവ് ചെയ്യുമ്പോൾ പടച്ചവന് തീർപ്പമില്ലാത്ത വിനിയോഗിക്കുന്നുണ്ടോ എന്ന് ശരിക്കും നമ്മൾ ജാഗ്രത പുലർത്തണം. അതാണ് യഥാർത്ഥ തത്വം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇസ്ലാം മതം പറഞ്ഞ വ്യവസ്ഥകളുണ്ട്. ഒരു പെണ്ണിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന അവസരത്തിൽ പ്രവാചകൻ ഊന്നിപ്പറഞ്ഞ്, നിങ്ങൾ പെണ്ണിന്റെ ധനത്തെ നിങ്ങൾ പ്രാമുഖ്യം നൽകരുത്, അവരുടെ ശാരീരികമായ സൗന്ദര്യത്തിന് ജമാലിന് നിങ്ങൾ പ്രാമുഖ്യം നൽകരുത്, അവരുടെ തറവാടിന് നിങ്ങൾ പ്രാമുഖ്യം നൽകരുത്, ആ ദീനിന് ആ ധാർമ്മികമായ സ്വഭാവത്തിന് അല്ലെങ്കിൽ ആദർശമായ ബന്ധത്തിന് മാത്രമേ നിങ്ങൾ പ്രാമുഖ്യം കൽപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. അപ്പൊ നമ്മൾ ഒരു പെണ്ണിനെ നിങ്ങൾ തെരഞ്ഞെടുക്കാണ്, നിങ്ങൾക്കൊരു മകന് ഒരു ഭാര്യ നിങ്ങൾ തെരഞ്ഞെടുക്കാണ്. ഇങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കുന്ന അവസരത്തിൽ അല്ലെ മകൾക്കൊരു മരുമകനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് പടച്ചോൻ പറഞ്ഞ മാതിരി ആ ദീനിയായ മതപരമായ നിഷ്ഠക്കാണ് നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ഭാര്യനെ തലാക്ക് പിരിക്കുകയാണെങ്കിൽ, വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അവിടെയും പരിശുദ്ധ ഖുർആനിൽ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ നിയമങ്ങളിൽ നമ്മൾ പടച്ചവന്റെ അതൃപ്തികരമായ അല്ലെങ്കിൽ പടച്ചവനെ തൃപ്തിയില്ലാത്തത് നമ്മളിൽ വന്നു പോകുന്നുണ്ടോ എന്നൊരു സൂക്ഷ്മത നമ്മൾ പുലർത്തുക എങ്കിൽ നമ്മൾ യഥാർത്ഥ മുത്തക്കിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് തഖ്വ എന്നത് സ്നേഹിതന്മാര് വളരെയധികം തെറ്റിദ്ധരിച്ചൊരു പദമാണ്. യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞത് ഖുർആനും പ്രവാചകരും വിശദീകരിച്ചത് ഇതാണ്: തെറ്റിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി ഉപേക്ഷിക്കുക എന്നുള്ളത്. തെറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിർക്കും ബിദ്അത്തുമാണല്ലോ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ് അൽ മുത്തഖി മനിത്തക്ക ശിർക്ക എന്ന് പറഞ്ഞു. യഥാർത്ഥ മുത്തഖി എന്നാൽ അവൻ പഠിച്ചവന് എന്റെ വിശ്വാസത്തിലും കർമ്മത്തിലും ശിർക്ക് വന്നു പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ മുത്തഖി എന്ന് റസൂല പറയുകയാണ്. അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്കലാനി യാഥാർത്ഥിക വിഭാഗം വരെ വളരെയധികം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു പണ്ഡിതനാണ് അസ്കലാനി. അദ്ദേഹത്തിന്റെ നുഖ്ബത്തുൽ ഫിക്ർ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം തഖ്വക്ക് നിർവചനം അദ്ദേഹം പറയുന്നത് ഇജ്തിനാബു ശിർക്കി വൽ ബിദഅ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശിർക്കിനെ പരിപൂർണമായി നമ്മൾ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ അനാചാരങ്ങൾ ബിദ്അത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. അതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് ഇബ്നു ഹജർ അസ്കലാനി വരെ അദ്ദേഹത്തിന്റെ നുഖ്ബ എന്ന കൊച്ചു കിതാബിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ വളരെയധികം നമ്മൾ ജാഗ്രത പുലർത്തേണ്ട രംഗാണ് ശിർക്ക് പരമായ വിശ്വാസങ്ങൾ വന്നുപോകുക എന്നുള്ളത്. പ്രധാനമായും ശിർക്ക് നമ്മൾ കടന്നുകൂടാ ഈ രോഗങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിലാണ്. അതുകൊണ്ട് പ്രവാചകൻ കണിശമായി നമുക്ക് വിശദീകരിച്ചു തന്ന് രോഗമുണ്ടായാൽ എന്തൊക്കെ ചെയ്യണമെന്ന്. അവിടെ നിന്ന് ഇതുപോലെ പള്ളിയിൽ ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ കുറെ ഗ്രാമീണന്മാർ കയറി വന്നിട്ട് ചോദിച്ചു, നബിയെ ഞങ്ങൾ രോഗമായാൽ ചികിത്സിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തദാവു യബ്ന ആദം, ആദമിന്റെ മക്കളെ നിങ്ങൾ ചികിത്സിക്കണം. ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും പടച്ചോൻ മരുന്ന് സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞു. അവ ചികിത്സിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ചികിത്സിക്കാതെ ഇരിക്കലല്ല തഖ്വ. നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ എല്ലാത്തരം പടച്ചോൻ അനുവദിച്ച ചികിത്സയൊക്കെ നമുക്ക് ചെയ്യാം, അത് അനുവദിച്ചു. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം റസൂല പറഞ്ഞു രോഗശമനത്തിന് വേണ്ടി പടച്ചോനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. നബിന്റെ ധാരാളം പ്രാർത്ഥനകൾ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക, പടച്ചോനെ നീ അല്ലാതെ രോഗശമനം നൽകുന്നവരില്ല, നീ രോഗശമനം നൽകിയാൽ ഒരു രോഗവും ബാക്കിയാവൂല എന്നൊക്കെ പറഞ്ഞ് രക്ഷാസനം നമ്മൾ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്യുകയാണ്. സഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകന്റെ മന്ത്രം എങ്ങനെയായിരുന്നു എന്നാണ്. എന്നിട്ട് ആ അധ്യായത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് രക്ഷാസനം ആർക്കെങ്കിലും എന്തെങ്കിലും വെള്ളം ഊതിക്കൊടുത്തതോ നൂലൂതിക്കൊടുത്തതോ എന്നും ഉദ്ധരിക്കണില്ല. നേരെ മറിച്ച് നബിന്റെ 4-5 പ്രാർത്ഥനകളാണ് പഠിച്ചവനെ രോഗശമനം നൽകണം എന്നൊക്കെ പറഞ്ഞ് 4-5 നബിന്റെ പ്രാർത്ഥനകൾ മാത്രമാണ് ഈ ബുഖാരിൽ ഉദ്ധരിക്കുന്നത്. അപ്പൊ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. രത്നാസംബാണ് ഇന്ന റുഖ വത്തമായിമ വത്തിവലത്തെ ശിർക്കും ഏലസ്, അതുപോലെ തന്നെ മന്ത്രം, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങിയാൽ
അവരുടെ ഇടയിൽ സ്നേഹം ഉണ്ടാക്കണ മന്ത്രം ഇതൊക്കെ പഠിച്ചവനിൽ ശിർക്ക് വെക്കലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിസ്ലാസിന്റെ സദസ്സിക്ക് ഒരു സഹാബി കയറി വന്നു. അപ്പൊ ആ സഹാബിന്റെ ഭുജത്തുമ്മല് കയ്യുമ്മല് ഒരു പിച്ചളത്തിന്റെ തകിടുണ്ട്. അപ്പൊ നബി ചോദിക്കും ആദി എന്താണ് ഈ തകിട് ഹലക്കത്തെന്ന് ചോദിച്ചു. അപ്പൊ ആ സഹാബി വചനം പറഞ്ഞ നബി എനിക്ക് വാതരോഗം ഉണ്ടായിട്ട് അതിന് ഞാൻ മന്ത്രി ചൂടി കെട്ടിയതാണെന്ന് പറഞ്ഞു. അവന് ഇസ്ലാത്തമാണ് നീ ആ പിച്ചളന്റെ തകിട് ഊരിയെടുക്ക്, അത് വലിച്ചെറി, കാരണം അത് നിനക്ക് വാതരോഗമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് ഇസ്ലാത്തം ഉണർത്തുകയാണ്. അവ പ്രവാചകൻ ഒരിക്കലും ആ സഹാബിയോട് നീ ഖുർആൻ കൊണ്ടാണോ മന്ത്രിച്ചതെന്നും ചോദിച്ചില്ല. ഇസ്ലാത്തം നിരുവാചകൻ തന്നെ അത് ഊരിയെടുക്കാൻ വേണ്ടി പറയുകയാണ്. അതുപോലെ ഇബ്നു മസ്ഊദ് എന്ന സഹാബിന്റെ ഭാര്യ അസ്മ ഒരിക്കലെ അദ്ദേഹത്തിന്റെ സാക്ഷിയിൽ കയറി വന്നപ്പം കഴുത്തിലൊരു കൈത്തൽ നൂല് കണ്ട്. അപ്പൊ ആ സഹാബി വരികയും ചോദിച്ച് എന്താണ് ഈ നൂലെന്ന് ചോദിച്ച്. അതിൽ ആ പെണ്ണ് പറഞ്ഞ് ആ സഹാബി വനിത തന്നെയാണ്. ആ അസ്മ പറഞ്ഞ് അത് എനിക്ക് പനി പിടിച്ചപ്പോൾ ഞാൻ മന്ത്രി ചൂതി കെട്ടിയതാണെന്ന് പറഞ്ഞു. കാരണം ഒരിക്കലും ഒരു സഹാബി വനിത ശിർക്കിന്റെ പദം ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കുകയില്ലല്ലോ. അപ്പൊ ഞാനത് മന്ത്രി ചൂതി കെട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ ഇബ്നു മസ്ഊദ് അത് ഖുർആനെ കൊണ്ടാണോ അല്ലെന്ന് ചോദിച്ചില്ല. ആ നൂല് ഉടനെ തന്നെ ആ സഹാബി വരെ മുറിച്ച് മാറ്റിയിട്ട് പറഞ്ഞ് നമ്മൾ ഇബ്നു മസ്ഊദിന്റെ കുടുംബമാണ്, നമുക്ക് ശിർക്ക് ചെയ്തിട്ട് ഒരിക്കലും രോഗശമനത്തിന്റെ ആവശ്യമല്ല എന്ന് ഭാര്യനെ ഉണർത്തുകയാണ്. അപ്പൊ മിക്ക മനുഷ്യന്മാരും നമ്മൾ പതറുന്ന രംഗാണ്. ചിലപ്പോൾ പല ഡോക്ടർമാരെ നമ്മൾ കാണും. അവസാനം ഡോക്ടർമാരെന്നെ ഉപദേശിക്കും ഞങ്ങളെ മരുന്നുകൊണ്ടൊന്നും മാറൂല, നിങ്ങളുടെ അടിയിൽ പല ഏർപ്പാടുകളുണ്ടല്ലോ, അതൊക്കെ ചെയ്തു നോക്കിക്കോളിന്ന് പറയും. അപ്പോൾ നമ്മൾ പതറി വീണൊരു രംഗാണ്. അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ ശരിക്കും പഠിച്ചോന് തൃപ്തിയില്ലാത്ത ചികിത്സ ഞാൻ ചെയ്യുന്നുണ്ടോ എന്നൊരു ജാഗ്രത നമ്മൾ പുലർത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്നേഹിതന്മാര് നമ്മൾ മുത്തഖി തത്വന്റെ യഥാർത്ഥ തത്വയിലേക്ക് നമ്മൾ ഉയരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആഗ്രഹ സഫലീകരണങ്ങൾ പരാജയമൊക്കെ ഉണ്ടാകുക. ഇസ്ലാം ഒരിക്കൽ പറഞ്ഞ അത്തീറത്തു ശിർക്കും അത്തീറത്തു ശിർക്കും അത്തീറത്തു ശിർക്കും. ശകുനം നോക്കല് ശിർക്കാണ്, ശകുനം നോക്കല് ശിർക്കാണ്, ശകുനം നോക്കല് ശിർക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ നമ്മളൊരു പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ടാവും. ആ വീട്ടിലേക്ക് പ്രവേശിച്ച ശേഷം എപ്പോഴും ഒരു കുട്ടിക്ക് രോഗം, അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് രോഗമായിരിക്കും, അല്ലെ ചിലപ്പം കച്ചവടത്തിൽ നമുക്ക് പരാജയമായിരിക്കും. അപ്പൊ നമ്മൾ ഈ വീട്ടിന് ശകുനാണ് കുരുത്തല്ലാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വീട് വിൽക്കുക, അല്ലെ വീട് മാറുകയോ ചെയ്താൽ പഠിച്ചാൽ നമ്മൾ പങ്ക് ചേർക്കാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥ മുത്തക്കിയല്ല തത്വല്ല പദവിയിൽ നിന്ന് നമ്മൾ പോകുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് യഥാർത്ഥ തത്വ എന്നുള്ളത് ശരിക്ക് നമ്മളെ വിശ്വാസത്തിലും കർമ്മത്തിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ ജാഗ്രത പുലർത്താം. അതുപോലെ തന്നെ രണ്ടാമത് പണ്ഡിതന്മാരെല്ലാം തന്നെ പറഞ്ഞത് നമ്മൾ അനുഷ്ഠാന കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ പ്രവാചകൻ ചെയ്യാത്ത ഒരു അനുഷ്ഠാന കർമ്മം നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി ഉപേക്ഷിക്കാം. അതാണ് യഥാർത്ഥ തത്വം. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ധാരാളം ഹദീസ് കാണാം. പ്രവാചകൻ ആയിഷാബി പറയാണ് രാത്രി നിസ്കരിക്കുമ്പോൾ ഭാര്യ ഞാൻ ജനാസ മയ്യത്ത് കടക്കണമായി നബിന്റെ പിന്നിൽ കടക്കും. അങ്ങനെ നബി സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ എന്റെ ശരീരത്തിലാണ് സുജൂദ് ചെയ്യുക. ഒമദനി അപ്പ നബി എന്നെ നുള്ളുന്നാണ്. അപ്പൊ എന്നെ പിക്കുന്ന സമയത്ത് ഞാൻ കാല് വലിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ ആയിഷാ ബീവി എന്ന് പറയാണ് ഒരിക്കലും പ്രവാചകനെ എന്റെ കടപ്പറയിൽ കണ്ടില്ല. അപ്പൊ ഞാൻ കൈയിട്ടൊന്ന് തപ്പിയപ്പോ നബിസ്ലാസം നിസ്കരിക്കുന്ന അവസരത്തിൽ നബിന്റെ കാലിന്റെ ഉള്ളിൽ എന്റെ കൈയിൽ തൊട്ടു എന്നാണ്. അങ്ങനെ നബിന്റെ നനവ് വരെ കാലിന്റെ നനവ് വരെ അനുഭവപ്പെട്ടു എന്നാണ്. മറ്റൊരിക്കൽ ആയിഷാ ബീബാന്ന് ഹബ്ബലനി റസൂലുള്ള ഒരിക്കൽ നബിസ്ലാസം ഉടുത്തിട്ട് എന്നെ ചുംബിച്ച ശേഷം നബിസ്ലാസം നിസ്കരിക്കാൻ പോയി. നബി ഒരിക്കലും ഉടുത്തില്ല. അപ്പൊ സ്നേഹിതന്മാരെ നിങ്ങൾ ഉടുത്തുങ്ങാണ്ട് ഭാര്യനത്തെ തൊട്ട് അല്ലെങ്കിൽ അന്യപ്പെണ്ണിനെ സ്പർശിച്ചെന്ന് വിചാരിക്കും. എന്നാ പോയിട്ട് ഉടുക്കലല്ല തത്വ. നേരെ മറിച്ച് പ്രവാചകൻ അങ്ങനെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ല. പ്രവാചകൻ ഉടുത്തിക്കാണ്ട് പല പ്രാവശ്യം ഭാര്യനെ സ്പർശിച്ചിട്ടുണ്ട്. പ്രവാചകൻ ഒരിക്കലും ഉദു എടുക്കാൻ പോയിട്ടില്ല. അപ്പം അന്യ പെണ്ണിനെ അല്ലെങ്കിൽ ഭാര്യനെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഉദു എടുക്കലല്ല തത്വ. നേരെ മറിച്ച് ഉദു എടുക്കാതിരിക്കലാണ് തത്വ. അതുപോലെ തന്നെ പ്രവാചകന്റെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം പോലും ഉദുടുത്തപ്പോഴും 3 പ്രാവശ്യം തല തടവിയിട്ടില്ല. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതനായ ഇബ്നു മുൻദിർ എന്നെ പറഞ്ഞ് ഇസ്ലാമിന്റെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം പോലും തല 3 പ്രാവശ്യം തടവിയത് കാണൂല എന്ന് പറഞ്ഞു. അപ്പൊ
ഇതിന് മുന്തിർ എന്നെ പറഞ്ഞ് നബിസ്വല്ലാസ്ലമിന്റെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം പോലും തല 3 പ്രാവശ്യം തടവിയത് കാണൂല എന്ന് പറഞ്ഞു. അപ്പൊ ഉളെടുക്കുന്ന അവസരത്തിൽ നിങ്ങൾ തല 3 പ്രാവശ്യം തടവലല്ല യഥാർത്ഥ തത്വം. നേരെ മറിച്ച് ഒരു പ്രാവശ്യം തല തടവാണ്. അതാണ് ഭയഭക്തി തത്വം. അതാണ്. അതുപോലെ തന്നെ സ്നേഹിതന്മാര് നബിയോ ആദിവര്യന്മാരോ ഒരിക്കലും ചെവി തടയാൻ വേണ്ടിയിട്ട് പുതിയ വെള്ളം എടുത്തിട്ടില്ല. ഒരൊറ്റ ഹദീസ് കാണൂല പ്രവാചകൻ തല തടവിയ അതേ വെള്ളം കൊണ്ട് ചെവിയും തടവും. അപ്പൊ നമ്മൾ ഉടുക്കുന്ന അവസരത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് ചെവി തടയാൻ വേണ്ടി വീണ്ടും കൈ വെള്ളത്തിൽ കൊണ്ടുപോകലല്ല തത്വ. നേരെ മറിച്ച് അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് തത്വ. അതുപോലെ തന്നെ പ്രവാചകന്റെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം പോലും നമസ്കാരത്തിൽ കൈകെട്ടിയപ്പോൾ നെഞ്ചിന്റെ താഴെയോ പൊക്കിന് താഴെയോ കെട്ടിയിട്ടില്ല. പ്രവാചകൻ നെഞ്ചുമലാണ് കൈകെട്ടിയുള്ളത്. ധാരാളം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസിന് വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്. പ്രവാചകൻ നിസ്കരിക്കുന്ന അവസരത്തിൽ നെഞ്ചിന്റെ മുകളിലാണ് കൈകെട്ടല്. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ നെഞ്ചുമ കൈകെട്ടി നിസ്കരിച്ച് വിചാരിക്കും. അതേ അവസരത്തിൽ നിസ്കരിച്ചപ്പോൾ നിങ്ങൾ തല മറച്ചിട്ടില്ല, തൊപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളാണ് യഥാർത്ഥ മുത്തക്കി. കാരണം പ്രവാചകൻ ഒരിക്കലും നിസ്കരിക്കുന്ന വേളയിൽ തല മറക്കാൻ പറഞ്ഞ ഒറ്റ ഹദീസ് നമ്മൾ കാണൂല. നേരെ മറിച്ച് കാണും നമ്മൾ മുട്ടുപൊക്കിൽ മാത്രം മറിച്ച് നിസ്കരിക്കാണ്. അതായത് ഒരു മുണ്ട് മാത്രം നിസ്കരിക്കാണ്. കുപ്പായൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞു ഉനിക്കുമ്മൽ പിരടിയിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാവണമെന്ന് പറഞ്ഞ് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ നിസ്കരിക്കുന്ന വേളയിൽ നിങ്ങൾ നെഞ്ചുമ്മലാണ് കൈകെട്ടിയാ നിസ്കരിക്കുന്നത്. തലയിൽ തൊപ്പിയില്ല, തലപ്പാവില്ല. യഥാർത്ഥത്തിൽ മുത്തക്കി തത്വ നമ്മളാണ്. അതിന് നബിന്റെ ചേച്ചിയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയത്. അതുപോലെ തന്നെ പ്രവാചകന്റെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം പോലും സുബിക്ക് മാത്രം കുനൂത്ത് ഓതിയത് കാണൂല. ഒരൊറ്റ പണ്ഡിതനാൽ തെളിയിച്ചു തരാൻ സാധിക്കൂല സുബിക്ക് മാത്രം നബി കുനൂത്ത് ഓതിയത്. അപ്പൊ നമ്മൾ സുബികൾ നിസ്കരിക്കുന്ന അവസരത്തിൽ പരമാവധി സുബിക്ക് കുനൂത്ത് ഓതുന്ന ഇമാമിനെ തുടരാതിരിക്കാൻ ശ്രമിക്കാം. ഒരു ഇമാമിനെ നമ്മൾ തുടരുന്ന അവസരത്തിൽ ഒന്ന് അന്വേഷിക്കാം. അയാൾ സുബിക്ക് കുനൂത്ത് ഓതുന്ന ആളാണോ അല്ലേ? കുനൂത്ത് ഓതുന്ന വ്യക്തിയാണെന്ന് ബോധ്യപ്പെട്ടാൽ കുനൂത്ത് ഓതാത്ത പള്ളിയുണ്ടോ? എനഫി പള്ളികളുണ്ടാവും. എനഫി പള്ളിയിലെങ്കിലും പോവുക. അപ്പൊ പരമാവധി ജീവിതത്തിൽ കുനൂത്ത് ഓതലല്ല നല്ലത്. ചില സ്നേഹിതന്മാര് പറയും നല്ലൊരു പ്രാർത്ഥനയല്ലേ. എന്താ നല്ലതല്ലേ എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രവാചകൻ ചെയ്യാതിരിക്കലാണ് യഥാർത്ഥ തത്വം. അതുപോലെ തന്നെ പ്രവാചകൻ ഒറ്റ പ്രാവശ്യം പോലും നിസ്കാരത്തിന് ശേഷം കൂട്ടുപാഠം നടത്തിയിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു പള്ളിയിൽ നമ്മൾ പങ്കെടുത്ത് അവിടെ കൂട്ടുപാഠം നടത്തിയാൽ നമ്മളതിന് പങ്കെടുക്കലല്ല തത്വ. നേരെ മറിച്ച് എഴുന്നേറ്റ് സുന്നത്ത് സ്കരിക്കുക, അല്ലെങ്കിൽ എഴുന്നേറ്റിങ്ങാണ്ട് പോവുക. അതാണ് യഥാർത്ഥ തത്വ. അത് ചില ആളുകൾ പറയും അത് എന്തിനാ അത് ചെയ്യുന്നത്, ആ കൂട്ടുപാഠത്തിനയിൽ നമ്മൾ ഇരിക്കല്ല നല്ലത് എന്നുള്ളത്. കാരണം പ്രവാചകൻ അതൊരിക്കലും നമുക്ക് ചെയ്ത് മാതൃക കാണിച്ചെന്നിട്ടില്ല. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഒരു പള്ളിയിൽ 2 ബാങ്ക് കൊടുക്കലല്ല തത്വ. നേരെ മറിച്ച് ഒറ്റ ബാങ്ക് വിളിക്കലാണ് തത്വ. കാരണം പ്രവാചകന്റെ കാലത്ത് വെള്ളിയാഴ്ച ഒരൊറ്റ ബാങ്കേ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അൽ-ഉമ്മിൽ പറഞ്ഞത് ഈ 2ാമത്തെ ബാങ്ക് ഉണ്ടാക്കിയത് ആരാണെന്ന വിഷയം തർക്കണ്ട്. ഉസ്മാനാണോ മറുവാനാണോ എന്നൊക്കെ തർക്കണ്ട്. ആരാവട്ടെ അയ്യൂമാക്കാന ആരുണ്ടാക്കിയാലും വേണ്ടിയില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് വെള്ളിയാഴ്ച ഒരു ബാങ്ക് വിളിക്കുന്നതാണെന്ന് ഷാഫിമ അൽ-ഉമ്മ തന്നെ പറയാണ്. അപ്പൊ നമ്മള് വെള്ളിയാഴ്ച ഒരു ബാങ്ക് വിളിക്കുകയാണെങ്കിൽ യഥാർത്ഥ മുത്തക്കി ആ വ്യക്തിയാണ്, ആ കമ്മിറ്റിക്കാരാണ്. അതുപോലെ തന്നെ നബിന്റെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം പോലും മിമ്പ്രമക്കേറിയപ്പം വാളെടുത്തിട്ടില്ല. അത് ഇമാം ഷാഫിന്റെ ശിഷ്യനായ ഇമാം ഷീറാദി തന്നെ പറഞ്ഞ് പ്രവാചകൻ ആദ്യം മിമ്പറ നിർമ്മിക്കാൻ മുമ്പ് നബി ഒരു ഈത്തപ്പനമേക്കേറിയിട്ടാണ് പ്രസംഗിക്കുക. അപ്പൊ കൈ അനാവശ്യമായി ചലിക്കാതിരിക്കാൻ വേണ്ടി നബി വടി പിടിക്കും, അല്ലെങ്കിൽ കൗസ് വില്ല് പിടിക്കും. പക്ഷേ അന്നും നബി ബാളുമ സൈഫുമ പിടിച്ചിട്ടില്ല. പിന്നെ ഒരു പെണ്ണിന്റെ ബുദ്ധി നിന്നാണ് പള്ളിയിലെ മിമ്പറുണ്ടായത്. ഒരു പെണ്ണ് മനസ്സിലാക്കി നബിക്ക് മിമ്പറല്ലാത്തോണ്ട് പ്രസംഗിക്കാൻ പ്രയാസമുണ്ട്. അപ്പൊ നബിനോട് ആ പെണ്ണ് ചോദിച്ചു, ബുഖാരി ഉദ്ധരിച്ചതാണ്, പ്രവാചകര് ഞാൻ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ഒരു മിമ്പർ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നബി സമ്മതം കൊടുത്ത് ആ പെണ്ണ് തന്റെ ഒരു അടിമണ്ട് ആ ആചാര്യനോട് കൽപ്പിച്ച് ഒരു മിമ്പർ ഉണ്ടാക്കാൻ. അങ്ങനെ ആ പെണ്ണ് മിമ്പറ പള്ളി സ്ഥാപിച്ചു. അപ്പൊ നമ്മുടെ പള്ളിയിലെ മിമ്പറ വരെ സ്നേഹിതന്മാരെ രൂപീകരിച്ചൊരു പെണ്ണിന്റെ ബുദ്ധിന്നാണ്. എന്നിട്ടാണ് പെണ്ണുകൾക്ക് ജുമാക്കും പള്ളിക്കൊന്നും വരാൻ പാടില്ല, മൂല്യാര് കേരിന്ന് നബാത്തി വായിക്കാൻ മിമ്പറ വരെ ഒരു പെണ്ണിന്റെ ബുദ്ധിയിൽ നിന്നുണ്ടായതാണ് ഈ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ മിമ്പറ സ്ഥാപിച്ച ശേഷം പിന്നെ നബി ഒന്നും പിടിക്കാറില്ല. വാള് പണ്ടേ നബി പിടിച്ചിട്ടില്ല,
വാള് മിമ്പർ ഉണ്ടാക്കണ മുമ്പും മിമ്പർ ഉണ്ടാക്കിയ ശേഷം പിന്നെ ഒന്നും തന്നെ നബി കയ്യിൽ പിടിക്കാറില്ല എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞതല്ല. ഇമാം ഷാഫിന്റെ ശിഷ്യനായ ഇമാം ഷിറാസി അദ്ദേഹത്തിന്റെ സിഫ്റു സഅദ ഗ്രന്ഥത്തിൽ സൗഭാഗ്യത്തിലെ പുലരി എന്നാണ്. ആ കിതാബിന് അദ്ദേഹം തന്നെ വ്യക്തമായി രേഖപ്പെടുത്തിയ സംഗതിയാണ്. അതുപോലെ തന്നെ തൂഫ തന്നെ പള്ളിയിലുള്ള വലിയ കിതാബാണ് തൂഫ. ആ തൂഫയിൽ പറഞ്ഞ് ഈ മഹ്ശറവിളി നബിന്റെ സഹാബത്തിന് കാലത്തില്ല, അതൊരു നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം ഉണ്ടായ ഏർപ്പാടാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൽയൂബിൽ പറഞ്ഞ് നബിന്റെ ഖുലഫാഉർ-റാഷിദീന കാലത്തൊന്നും മഹ്ശറവിളില്ല, അത് പിൽക്കാലത്തുണ്ടായതാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മഹ്ശറ വിളിക്കാതിരുന്നാൽ യഥാർത്ഥത്തിൽ അതാണ് തഖ്വ. അതുപോലെ തന്നെ നബിന്റെ കാലത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചമാര് ഒറ്റ പ്രാവശ്യം പോലും നബി സ്വല്ലല്ലാഹു തറാവി 23 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല. പ്രവാചകൻ 8-3 നിസ്കരിച്ചത്. അപ്പൊ നമ്മൾ തറാവി നിസ്കരിക്കുമ്പോൾ 23 നിസ്കരിക്കാൻ, കാരണം 23 സുന്നത്ത് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് 23 റക്അത്ത് നിസ്കരിക്കലല്ല യഥാർത്ഥ തഖ്വ. നേരെ മറിച്ച് പ്രവാചകന്റെ ചര്യ എന്താ കാണിച്ചത് 11 റക്അത്താണ്. അപ്പൊ 11 മാത്രം ചുരുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ തഖ്വ. അതുപോലെ തന്നെ പ്രവാചകൻ ഒരിക്കലും മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ നബി നിർദ്ദേശിച്ചിട്ടില്ല, നബി ഓതിയിട്ടില്ല. ഈ ലക്ഷക്കണക്കിന് സഹാബത്തുണ്ടായിട്ട് ഉമ്മ മരിച്ച്, ബാപ്പ മരിച്ച്, ബന്ധുക്കൾ മരിച്ച്, ഏതെങ്കിലും ഒരു സഹാബി മരിച്ച മയ്യത്തിന്റെ വെച്ച് ഖുർആൻ ഓതുകയും നബി അത് കാണിട്ട് അംഗീകരിച്ച സംഭവമില്ല. അപ്പൊ മരിച്ച മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതലല്ല സ്നേഹിതന്മാരെ യഥാർത്ഥ തഖ്വ നമ്മൾ മരിച്ച ആ മയ്യത്തിന്റെ അടുത്ത് വെച്ചിട്ട് ഖുർആൻ ഓതാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബി ഒരിക്കലും മയ്യത്ത് കൊണ്ടുപോകുന്ന അവസരത്തിൽ ദിക്ർ ചൊല്ലാൻ പറഞ്ഞിട്ടില്ല, നബി ചൊല്ലിയിട്ടില്ല. ഈ നബിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു സഹാബി വര്യന്മാര് മയ്യത്തുണ്ടായപ്പോ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടുപോയി നബിന്റെ മുന്നിൽ കൂടിയാണ് പോയത്. അപ്പൊ നബി കണ്ടപ്പോ മൗനം ദീക്ഷിക്കുക, അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ ചില ആളുകൾ തെറ്റിദ്ധരിക്കും, വെറുതെ എങ്ങനെ കൊണ്ടുകളി വിറക് കെട്ട് കൊണ്ടുകാന്ന് തോന്നൂലേ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, ദിക്റൊക്കെ പറയാം, അത് വലിയ തഖ്വയാന്ന് വിചാരിക്കും. ഒരിക്കലുമല്ല. നമ്മൾ മയ്യത്ത് കൊണ്ടാണ് അവസരത്തിൽ പരലോകത്തെ ചിന്തിച്ചിങ്ങനെ പോവുകയാണെങ്കിൽ യഥാർത്ഥ മുത്തഖി നമ്മളാണ്. അതുപോലെ തന്നെ ഖബറടക്കുന്ന അവസരത്തിൽ പ്രവാചകൻ ഒരിക്കലും തെൽക്കീൻ ചൊല്ലിയിട്ടില്ല, സഹാബത്തും ചൊല്ലിയിട്ടില്ല. പ്രവാചകൻ നമുക്ക് മാതൃക കാണിച്ചു തന്നത് തസ്ബീഹ് ചൊല്ലിയിട്ടാണ്. അപ്പൊ നമ്മൾ മയ്യത്തിനെ ഖബറടക്കുന്ന അവസരത്തിൽ തെൽക്കീൻ ചെല്ലാതിരുന്നാൽ യഥാർത്ഥ മുത്തഖിന്റെ പദവിയിലേക്ക് നമ്മൾ ഉയരാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിശ്വാസം ഊന്നി പറഞ്ഞ് ഖബർ നമ്മൾ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ഖബർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാണ് മാത്രമേ ഉയർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് ആരെ ഖബറാവട്ടെ, ഖബർ ഒരു ചാണിലധികം ഉയർത്തപ്പെടാൻ പാടില്ല. പിന്നെ പേര് എഴുതിയേക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. യുക്തമാലെ ഈ പേരൊന്നും എഴുതാൻ പാടില്ല. അപ്പൊ പേര് ഇത് നമ്മുടെ ഇസ്ലാമിന്റെ സമ്പ്രദായമാണെങ്കിൽ നിങ്ങളെ മശാനത്തൊക്കെ ചെന്നോക്കി മക്കയിലും എത്ര പ്രഗത്ഭ സഹാബിവര്യന്മാര് മരിച്ചെടുക്കുന്ന ആയിഷാ ബീബിന്റെ ഖബറുമ പേര് എഴുതിക്കണോ? അബൂക്കല്ലാഹ് നബിന്റെ ഒക്കെ ഖബറുമ പേരുണ്ടോ? എത്ര സഹാബത്ത് മരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഖബറിമേല് നമ്മളെക്കാളൊക്കെ തിരിച്ചറിയാൻ അവകാശപ്പെട്ടത് അവരെല്ലാം സഹാബത്തല്ലേ. പക്ഷെ ഒറ്റ സഹാബിന്റെ ഖബറിമേല് പേരും മരിച്ച ഡേറ്റും ഒന്നും എഴുതിയത് കാണൂല. അപ്പൊ നമ്മള് ഖബർ ഇതാക്കുന്ന അവസരത്തിന് പേരെഴുതാതെ നമ്മൾ സൂക്ഷ്മത പുലർത്താൻ ഖബറുമ പേരെഴുതാൻ നമ്മൾ കൽപ്പിച്ചിട്ടില്ല. പേരെഴുതേതെന്നാ പറഞ്ഞിട്ടുള്ളത്. അവൻ ഡേറ്റൊന്നും ഇപ്പൊ ഖബറുമേൽ എഴുതണ്ട എന്ന് വിചാരിച്ച് നമ്മൾ സൂക്ഷ്മത പുലർത്തിയാൽ യഥാർത്ഥ മുത്തഖി നമ്മളാണ്. അപ്പൊ ഞാൻ ഇത്രയും വിശദീകരിച്ചു പോകുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ തെറ്റിനെ നമ്മൾ ഉപേക്ഷിക്കാം. തെറ്റിന് ഏറ്റവും ഗൗരവമുള്ളത് ശിർക്കും വിദഅത്താണ്. അപ്പൊ അത് ഉപേക്ഷിക്കാം. അതിനാണ് സ്നേഹിതന്മാരെ തഖ്വ അല്ലെങ്കിൽ ഭയഭക്തി എന്ന് പറയുന്നത്. ഇനി എന്താണ് വസ്വാസ് എന്നുള്ളത്? അതാണ് നമ്മൾ കാര്യമായി പഠിക്കേണ്ടത്. വസ്വാസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തത് പോരാ, മതിയായില്ലെന്ന ചിന്ത, ആ ചിന്തന്റെ അടിസ്ഥാനത്തിൽ ഖുർആനും സുന്നത്തും നമുക്ക് എല്ലാ രംഗത്തും ഉദൂദ് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ ഉദൂദിനെ മറികടക്കാം. ആ മറികടക്കുന്ന ചിന്തക്കാണ് യഥാർത്ഥത്തിൽ വസ്വാസ് എന്ന് പറയുന്നത്. അത് ഞാൻ ഏതാനും ചില ഉദാഹരണത്തോടെ വിശദീകരിക്കാം. പരിശുദ്ധ റംസാന്റെ പകൽ സമയത്ത് ഒരു അൻസാരിയായ സഹാബി തന്റെ ഭാര്യനെ ചുംബിച്ച ശേഷം അദ്ദേഹത്തിന് ഒരു ഭയം, ഇത് നോമ്പിനെ ബാധിക്കുമെന്നുള്ളത്. തന്റെ ഭാര്യനെ നബിന്റെ അടുത്ത് പറഞ്ഞയച്ച് ഫത്വ വഹിക്കാനും. അപ്പൊ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കുഴപ്പമൊന്നുമില്ല, ഞാനങ്ങനെ ചെയ്യാറുണ്ട്, ഇനി എന്റെ ഭാര്യമാരോട് ചോദിച്ചു നോക്കുന്നായിരുന്നു. ഈ അൻസാരിന്റെ ഭാര്യ നബിന്റെ ഭാര്യമാരോട് ചോദിച്ചു നോക്കാം. അപ്പൊ ഭാര്യമാര് ആയിഷാ ബീബി ഹഫ്സ എല്ലാം പറഞ്ഞ് അത് തെറ്റൊന്നുമില്ല, നബി അങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ്. അതിൽ പെണ്ണിന് നല്ല സന്തോഷമായി. തന്റെ ഭർത്താവ് അൻസാരിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതിന് കുഴപ്പമില്ലാന്നാ നബി പറഞ്ഞത്, നബിന്റെ ഭാര്യമാരും പറഞ്ഞത് എന്നറിഞ്ഞു. അതിൽ അൻസാരി പറഞ്ഞു, നബി ആരാണ്? നബിക്ക് ചിലതൊക്കെ പഠിച്ചോ പ്രത്യേകമാക്കാറുണ്ട്, നമ്മള് സാധാരണക്കാരല്ലേ,
അപ്പൊ അത് നബിന്റെ പ്രത്യേകതയായിരിക്കും, നീ ഒന്നും കൂടി ചെന്ന് ചോദിച്ചു നോക്കുന്നറിഞ്ഞു. അപ്പൊ വീണ്ടും ഭാര്യനെ നബിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അപ്പൊ നബിനോട് ചോദിച്ചു, പെണ്ണ് നബി എന്റെ ഭർത്താവ് ഇങ്ങനെയാ പറഞ്ഞത്, അത് ഇങ്ങക്കാവാൻ സാധാരണക്കാർ ഞങ്ങൾക്കത് പറ്റുമെന്ന്. അത് നബിസാൻ അന അത്തുക്കാക്കുമ്പില്ല, ഞാനാണ് നിങ്ങളെക്കാളൊക്കെ വലിയ മുത്തക്കി എന്നറിഞ്ഞു. എന്നെക്കാളും നിങ്ങൾ വലിയ മുത്തക്കിയാവാൻ പോകാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ നോക്കി, അതായത് സൂക്ഷ്മത അല്ലെങ്കിൽ നമ്മക്കത് പറ്റൂല, നമ്മക്കത് മതിയാവില്ല ചിന്ത, ആ ചിന്തന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമത്തെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നബി പറയാണ്, ആ മറികടന്നാൽ ഈ മുത്തക്കിയല്ലോ, അത് ഞാനാണ് ഇന്നേക്കാളൊക്കെ ഏറ്റവും വലിയ മുത്തക്കി എന്നാണ്. മറ്റൊരിക്കൽ 3 സഹാബത്ത് നബിന്റെ ചര്യ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വീട്ടിൽ വന്നു. ആ വന്ന അവസരത്തിൽ നബി ഇല്ല, നബി പുറത്താണ്. അപ്പൊ ആയിഷാബിയോട് ചോദിച്ചു, നബി രാത്രി വീട്ടിൽ വന്ന എന്തൊക്കെ ചെല്ലാറുള്ളത് ചോദിച്ചു. അപ്പൊ ആയിഷ വിശദീകരിച്ചോട്ട് നബി രാത്രി നിസ്കരിക്കും, പല സുന്ദരമായി നബി കടന്നുറങ്ങും. നബി പകൽ സമയത്ത് ചില ദിവസം സുന്നത്ത് നോമ്പ് നോൽക്കും, ചില സമയത്ത് സുന്നത്ത് നോമ്പ് നോൽക്കാറില്ല. നബി ഭാര്യമാരുമായിട്ട് ഭാര്യമാരുടെ അവകാശങ്ങളൊക്കെ ശരിക്കും നിർവഹിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ 3 സഹാബത്തിനൊരു ചോദ്യത്തിന് ചിന്താഗതി, അതിപ്പോ നബിയല്ലേ, നമ്മക്ക് 10 മതിയാവില്ല എന്നൊരു ചിന്ത. അങ്ങനെ ഒരു സഹാബി പറഞ്ഞു, അസൂമുദ്ദറ വല ഉഫ്തിറു, ഞാന് മാസം മുഴുവൻ കൊല്ലം മുഴുവൻ ഞാൻ നോമ്പോൽക്കും, 2 പെരുന്നാൾ ദിവസം ഒഴികെ ഞാൻ ഒരിക്കലും സുന്നത്ത് നോമ്പ് ഉപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേറൊരു സഹാബി പറഞ്ഞു, ഉസല്ലില്ല വല അർപ്പുതും, ഞാൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കും, ഞാൻ കിടന്നുറങ്ങുന്നില്ല എന്ന് പറഞ്ഞ്. മറ്റൊരു സഹാബി പറഞ്ഞ്, ആയത്തത്തിലുന്നിസ വല അത്തദ്വജു, ഞാൻ സ്ത്രീകളുമായി വളരെ വിദൂരത പുലർത്തും, ഞാൻ ഒരിക്കലും കല്യാണം തന്നെ കഴിക്കൂല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് 3 ആള് പോവുകയാണ്. ആ സമയത്ത് നബി വന്ന് കയറി വന്നപ്പം ആ ആയിഷാബിയ പോകുന്ന ആളുകളെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നബിയ അവരാരാന്നറിയങ്ങള് വലിയ മുത്തക്കിങ്ങൾ, അവരിങ്ങനെയൊക്കെ സത്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നബിസ്ലാസം വേഗം അവരോട് വരാൻ വിളിച്ചു. എന്നിട്ട് വിളിച്ചിട്ട് നബി പറഞ്ഞു, ഞാനാണ് തങ്ങളെക്കാളൊക്കെ വലിയ മുത്തക്കി തക്കുവള്ളവന്, ഞാൻ ഉസല്ലി, ഞാൻ രാത്രി ഖിയാമുല്ലയിലൊക്കെ നിസ്കരിക്കും, പക്ഷേ അർക്കുത് സുന്ദരമായി കടന്നുറങ്ങും ചെയ്യും. ഞാൻ അസൂമു സുന്നത്ത് നോമ്പ് നോൽക്കും, അതേ സമയത്ത് ചില ദിവസമൊന്നും സുന്നത്ത് നോമ്പ് നോൽക്കൂല. അത്തസബജു, ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യും. ഇതാണ് എന്റെ ചര്യ എന്ന് പറഞ്ഞു. ഈ ചര്യനെ നിങ്ങൾ മറികടന്നാല് ഫലൈസമിനി, എന്റെ മതത്തിൽ വരെ പെട്ടവനല്ല എന്ന് വിശ്വാസം ഉണർത്തുകയാണ്. അപ്പൊ വസ്വാസ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ ഇതാണ്, അതായത് സൂക്ഷ്മതയല്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോ മതിയാകുമെന്നുള്ള ചിന്ത, അതിന്റെ അടിസ്ഥാനത്തിൽ പടച്ചോനും അവന്റെ നബിയും നിശ്ചയിച്ചു തന്ന അതിർത്തി വരമ്പുകളെ നമ്മൾ മറികടക്കാം. അത് ഈ വസ്വാസ് പ്രധാനമായി എന്താണ് രംഗങ്ങൾ നബി നമുക്ക് വിശദീകരിച്ചു തന്ന് അത് ഓടിച്ചു പോകാം. ഒന്നാമത്തത് ശുദ്ധീകരണത്തിന്റെ വിഷയത്തിൽ ഉതെടുക്കാം, കുളിക്കാം, ഇത്തരം വിഷയത്തിലാണ് കാര്യമായിട്ട് വസ്വാസ് പിശാച് നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് നബ്സാസം ഉണർത്തി ഈ ശുദ്ധീകരണത്തിന്റെ വിഷയത്തിൽ വസ്വാസ് ഉണ്ടാക്കാനും വൽആന് എന്ന പേരുള്ള ഒരു പ്രത്യേകം പിശാചനുണ്ട് എന്ന് പറഞ്ഞു. പ്രത്യേക ഒരു പിശാചനുണ്ട് ശുദ്ധീകരണത്തിന്റെ വിഷയത്തിൽ വസ്വാസ് ഉണ്ടാക്കാനും. എന്നിട്ട് നബ്സാസം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഒന്നാമത് വെള്ളത്തിൽ നിങ്ങൾ ഇസ്രാഫ് അമിതവ്യം കാണിക്കരുതെന്ന് പറഞ്ഞു. ചില ആളുകൾ നോക്കേണ്ടി, നിങ്ങൾ ബുഖാരി മുസ്ലിമിൽ കാണാൻ നബ്സാസം സുഹൃത്തുക്കളെ ഒരു പാഴ് വെള്ളം കൊണ്ട്, ഒരു 3 ലിറ്റർ വെള്ളം കൊണ്ട് നബി ജനാപത്ത് കാണാനായിട്ട് കുളിക്കാറുണ്ടെന്ന ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. വെള്ളം കിട്ടാത്തോണ്ടല്ല അപ്പങ്ങളെ വ്യാഖ്യാനിക്കും, അത് വെള്ളം ഇല്ലാത്തോണ്ടായിരിക്കും, വെള്ളം ഇല്ലാത്തോണ്ടല്ല. എന്നിട്ട് നബ്സാസ് അത് വളരെ ഉണർത്താണ്. അതുകൊണ്ട് നിങ്ങൾ സമുദ്രത്തുനിന്ന് ഒതെടുക്കാണ് എങ്കിൽ വരെ സമുദ്രത്തിന്റെ നദീതീരത്തിന്റെ അടുത്താണ് നിങ്ങൾ താമസിക്കുന്നത് വരെ വെള്ളത്തിൽ എന്തുണ്ട്, ഇസ്രാഫുണ്ട്, അമിതവൻ ചെയ്യലുണ്ട്. അതുകൊണ്ട് വസ്വാസിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അവ പ്രവാചകൻ ചില ആളുകൾ നോക്കേണ്ടി ഉതെടുക്കുകയാണെങ്കിൽ അവർക്ക് വെള്ളത്തിലെ കയമ്പെന്നെ കിട്ടണം. ചില ആളുകൾ അങ്ങനെ വെള്ളം അങ്ങനെ അനാവശ്യമായി വെള്ളം അങ്ങനെ തുറന്നു വിടുന്നത് കാണും. ചില ആളുകൾ കുളിച്ചാൽ എത്ര കുളിച്ചാലും മതിയായില്ലെന്ന് തോന്നല്. ഇതൊന്നും തത്വയല്ല, യഥാർത്ഥത്തിൽ വസ്വാസാണ്. അതുപോലെ തന്നെ നബിന്റെ സുന്നത്ത് എന്താണെന്നറിയുന്നത്, പ്രവാചകൻ മൂത്രിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്ന് പരിപൂർണമായി മൂത്രിക്കും. മൂത്രിച്ച ശേഷം വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ട് കൈകി വൃത്തിയാക്കും, വെള്ളം അല്ലെങ്കിൽ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളം വലിച്ചെടുക്കുന്ന എന്തെങ്കിലും വസ്തു കൊണ്ട് ശുദ്ധിയാക്കും. ഇത്ര മാത്രമേ നബി ചെയ്യാറുള്ളൂ. പ്രവാചകൻ ഒരിക്കലും ഇരുന്ന നബി ഒന്ന് എഴുന്നേറ്റിങ്ങാണ്ട് വീണ്ടും ഇരിക്കുക മൂത്രം പോവാൻ വേണ്ടി, അല്ലെങ്കിൽ നബി ഇരുന്ന സ്ഥലത്തുനിന്ന് മറ്റോടത്ത് പോയി ഇരിക്കാം, അല്ലെങ്കിൽ പ്രവാചകന് മറ്റുള്ള എന്തെങ്കിലും കുരയ്ക്ക. ചില ആളുകൾ മൂത്രപ്പെരിങ്ങനെ കുരയ്ക്കുന്നതാണ്, ചിലവര് മനോരം പിടിച്ച് നടക്കുക. നബിന്റെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മനോരം പിടിച്ചങ്ങ് കാണിച്ചു തരാൻ പറ്റൂല. ഇതൊക്കെ ഇബ്നു ഖയ്യിം സാദുൽ മആദിൽ പറഞ്ഞ് ഇതൊക്കെ വസ്വാസ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട മനുഷ്യന്മാർ ചെയ്യുന്നതാണ്. ഇതൊന്നും തത്വയല്ല.
പിശാച് തത്വന്റെ അടിസ്ഥാനത്തിൽ വസ്വാസ് അവതരിപ്പിക്കുക ചെയ്യുന്നത്. കാരണം പ്രവാചകനെ ചര്യയിലെതിരെ ഏറി മറിഞ്ഞാൽ പ്രവാചകൻ ലിംഗം 3 പ്രാവശ്യം കുറഞ്ഞതായിട്ടൊരു ഹദീസുണ്ട്. അതും ദുർബലാണ്. അതും പ്രവാചകൻ ചെയ്യാറില്ല. അപ്പൊ അതൊന്നും നബിയിലെ പരിപൂർണമായിട്ട് മൂത്രിച്ച് കഴിഞ്ഞ ശേഷം മനയിൽ എഴുന്നേൽക്കാം. പിന്നെ നമ്മൾ ടെസ്റ്റിനൊന്നും വിധേയാക്കണ്ട, കുറച്ച് തുള്ളി വന്നോളൊന്നും. ഇബ്നു അബ്ബാസ് കാലത്ത് ഒരു മനുഷ്യന് വലിയ വസ്വാസ്, അയാൾ എഴുന്നേറ്റ ഉടനെ തന്നെ വസ്ത്രത്തിൽ നനവ് കാണും. അപ്പൊ ഇബ്നു അബ്ബാസിനോട് ഇബ്നു ഉമറോട് വന്ന് സങ്കടം പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പം ഇവിടെ മൂത്രം വസ്ത്രത്തിലായിട്ട് തോന്നുകയാണെന്ന് അറിഞ്ഞു അനുഭവപ്പെടുകയാണ്. അപ്പൊ ഇബ്നു സഹാബി വര്യന്മാര് കാണാതെ എന്റെ വസ്വാസം ഉണ്ടാ, നീ എന്ത് ചെയ്താൽ മതി എന്നറിയോ, നീ മനരിച്ച് എഴുന്നേറ്റ ഉടനെ തന്നെ കുറച്ച് വെള്ളം എന്റെ തുണിയാണ് കുറഞ്ഞളാന്ന് അറിഞ്ഞു. എന്നിട്ട് നനവ് കാണുമ്പം അത് ഈ നനച്ചതാണ് വിചാരിച്ചാൽ മതി എന്നറിഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞ് എന്റെ രോഗം മാറി എന്നറിഞ്ഞു. മിക്കതും ഈ മൂത്രം പോക്കൊക്കെ എന്താണ് എങ്ങനെയാണെന്നറിയുന്നത്, ഈ വസ്വാസം എന്താണ് മൂത്രം പോക്കെല്ലാം ഉണ്ടാവാനുള്ള കാരണം ഈ യഥാർത്ഥമായ വസ്വാസത്തിനാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു തുള്ളി പുറത്തു വന്നതൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമല്ല. നബി അങ്ങനെ ചെയ്ത് നമുക്ക് മാതൃക കാണിച്ചെന്നിട്ടില്ല, സഹാബത്ത് മാതൃക കാണിച്ചെന്നിട്ടില്ല. പരിപൂർണമായി അവിടെ മൂത്രിച്ച ശേഷം മനഹരിക്ക് എഴുന്നേൽക്കുക. ബാക്കിയുള്ളൊക്കെ പഠിച്ചോ നമുക്ക് അസുഖ ചെയ്ത് തരുന്ന വിഷയത്തിൽപ്പെട്ടതാണെന്ന് അർത്ഥം. അപ്പൊ ഇത്തരം വിഷയങ്ങൾ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നബിന്റെ സുന്നത്ത്, നബി കുളിക്ക് മുമ്പ് നബി ഉതുടുക്കും. സുന്ദരമായി കമായത്തവല്ലൗലിൽ ഉദൂഇ, ഉദൂൻ എന്ന മാതിരി കുളിക്ക് മുമ്പ് നബി ഉതുടുക്കും. പക്ഷെ കാല് കഴുകൂല. പിന്നെ നബി കുളിക്കും. കുളിച്ച ശേഷം അല്പം തെറ്റിയിട്ട് കാല് കഴുകും. പിന്നെ നബി ഉതുടുക്കാറില്ല എന്ന. കൈ എവിടെയെങ്കിലും സഞ്ചരിച്ചോ ഇവിടെ തൊട്ടോ ഇതൊന്നും നബി പ്രശ്നമാക്കാറില്ല. കുളിന്റെ മുമ്പായിട്ട് പ്രവാചകന് ഉതുടുക്കാണ്. പക്ഷെ കാല് മാത്രം കഴുകൂല. എന്നിട്ട് കുളി തുടങ്ങും. കുളി കഴിഞ്ഞ ശേഷം പിന്നെ അല്പം സ്ഥലത്ത് മാറിയിട്ട് കാല് രണ്ടും കഴുകും. ആയിഷാ ബീവി പറയാ, ഇങ്ങനെ നബി കുളിച്ചു കഴിഞ്ഞാല് വലായത്തവല്ലൗ ബഅദൽ ഉസ്രി, കുളിച്ച ശേഷം പിന്നെ നബി ഉതുടുക്കാറില്ല എന്നാ. അത് നമുക്ക് വസ്വാസ്, കാരണം കാല് കൈ ഇന്നോട്ട് സ്പർശിച്ചോ ഉതു മുറിഞ്ഞോ എന്നിട്ട് പിന്നെ നമ്മൾ കുളിച്ച ശേഷം നമ്മൾ ഉതുടുക്കാണ്. കാരണം കിണർ കുത്താണ്, പിന്നെ കുച്ചി വേറെ മാറ്റിയേക്കണം സ്നേഹിതന്മാര്, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമ്മൾ കുളം കുത്താണ്, കുച്ചി വേറെ മാറ്റിയേക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി ഏറ്റവും സമ്പൂർണമായതല്ല കുളി. അപ്പൊ ആ കുളിക്ക് മുമ്പ് നമ്മൾ എന്താണ് ഉതുടുക്കണമെന്ന് മാത്രം. ആ കുളിക്ക് മുമ്പ് ഉതുടുത്തെങ്ങാണ്ട് കുളിയെ നിർവഹിച്ചു കഴിഞ്ഞാൽ പ്രവാചകനെ ചര്യ, പ്രവാചകൻ പിന്നെ നിസ്കരിക്കാൻ വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യാറില്ല എന്നാ, ഉതു എടുക്കാറില്ല എന്നാണ്. അപ്പൊ ഈ വിഷയത്തിൽ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. ഇപ്പൊ ധാരാളം ഹദീസ് ബുഖാരി മുസ്ലിമിൽ കാണാം. നബിന്റെ ഭാര്യമാർ ഉമ്മു സലമ റളിയല്ലാഹു നബിയെ, ഞാൻ ആർത്തവകാരിയാവാറുണ്ട്, എന്റെ മുടി ഞാൻ പിന്നിട്ട് വരിഞ്ഞു കെട്ടും. അപ്പൊ ആർത്തവത്തിന്റെ കുളി കുളിച്ചുമ്പോ മുടി വരെ അയക്കണമെന്ന് ചോദിച്ചു. അപ്പൊ നബിന്റെ മറുപടി, ഇന്നമായി എത്തിക്ക്, ഒരിക്കലും മുടി അയക്കേണ്ട ആവശ്യമില്ല, 3 കോലിന് വെള്ളം അങ്ങോട്ട് പാർന്നാൽ മതി എന്ന് അറിഞ്ഞു. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു അംർ എന്ന സഹാബി ഒരിക്കൽ ഫത്വ കൊടുത്ത്, സ്ത്രീകൾ ആർത്തവത്തിന്റെ കുളിയൊക്കെ കുളിക്കുകയാണെങ്കിൽ മുടി മുഴുവനും അയക്കണം എന്നുള്ളത്. ഇത് ആയിഷാ ബീവി കേട്ടപ്പോൾ ചീറാണ്. ആയിഷാ ബീവി, പുരുഷന്മാർ അവസാനം ഞങ്ങളെ മുടി തല മുണ്ടനം ചെയ്യാൻ കൽപ്പിക്കോ, ഞങ്ങൾ നബിന്റെ കാലത്ത് ആർത്തവകാരിയായിട്ട് കുളിക്കാറുണ്ട്, കുളിക്കുന്ന അവസരത്തിന് മുടിന്റെ കെട്ട് വരെ അയക്കാറില്ല, 3 കോലിൽ വെള്ളം അങ്ങോട്ട് തലയിൽ കൂടെ ഒഴിക്കുക ചെയ്യാറുള്ളതെന്ന. എന്നാൽ ചില സ്ത്രീകളൊക്കെ നോക്കേണ്ടി കുളിച്ചു കഴിയുമ്പം ബാത്റൂമിൽ കുളിമുറിയിൽ കെട്ടുമുടി ഉണ്ടാവും. കാരണം അങ്ങനെയാണ് നമ്മളെ തെറ്റിദ്ധരിച്ച് ഓരോ മുടിന്റെ ഉള്ളിലും ജനാപത്തുണ്ട്, ആർത്തവുണ്ട്. അത് ബാറോലിയാണ്, നിർദ്ദിനമായ ഹദീസാണ് ആ ഹദീസ്. അത് ഇബ്നു അസ്കലാനിനെ പറഞ്ഞ നേരെ മാറ്റി എത്ര ഹദീസ് ബുഖാരി മുസ്ലിമിന് കെട്ട് വരെ അയക്കണം ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി കെട്ടയച്ചോളുന്നില്ല. 3 കോല് വെള്ളം തലിക്കോട് കോരി ഇതാക്കിയാൽ മതി, അത്രേ അള്ള കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് അറിഞ്ഞു. പക്ഷെ ഇവിടെയൊക്കെ നമ്മുടെ വസ്വാസ് തീരാറുണ്ടോ? ഒരിക്കലുമില്ല. ആയിഷാ ബീവി പറഞ്ഞ മാതിരി ചിലപ്പം തല മുണ്ടനം ചെയ്യേണ്ടി വരും എന്ന് വരെ ചില പണ്ഡിതന്മാര് പറഞ്ഞു വരും. ആയിഷാ ബീവി ചീറാണ്. ഈ പുരുഷന്മാരെന്ത് പിടിച്ചാ പറയുന്നത്? അവസാനം ഞങ്ങളോട് തലമുടി കളയണമെന്ന് ഇവർ കൽപ്പിക്കുമെന്നൊക്കെ ആയിഷാ ബീവി ചോദിച്ചത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്നേഹിതന്മാരെ, ഇതൊന്നും തത്വന്റെ അടയാളല്ല. പ്രവാചകൻ ഇതൊന്നും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. പിന്നുള്ളത് പ്രധാനമായി വസ്വാസ് ഉണ്ടാകാൻ നിയ്യത്തിന്റെ വിഷയത്തിലാണെന്ന് റസൂല ഉണർത്തുകയാണ്. നിയ്യത്ത് എന്താണ്? നിയ്യത്ത് എന്നാണ് ഖസ്ദുൽ ഖൽബി, മനസ്സിലാ ബോധം, വിചാരം. എന്നാ ചില ആളുകൾ നോക്കണി നിസ്കരിക്കാൻ നിന്നിട്ട് കയ്യെട്ടും, അല്ലാഹു അക്ബർ കൈ വീണ്ടും താഴ്ത്താണ്, വീണ്ടും അല്ലാഹു അക്ബർ കയ്യെട്ടാണ്. എന്താണെന്നറിയുന്നത്? ആ കൈ ഇങ്ങോട്ട് കെട്ടുന്ന അവസരത്തിൽ നിയ്യത്ത് ഇങ്ങോട്ട് ചേർന്ന് വരുന്ന, ഞാൻ 4 റക്അത്ത് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ ഒപ്പം ഇങ്ങോട്ട് വരണം എന്നാണ്. ചിലപ്പോ ഒപ്പം വരൂല, നിയ്യത്ത് കഴിയണ മുമ്പ് കൈയെട്ടിയിട്ടുണ്ടാവും.
ചിലപ്പോ കയ്യെട്ടി കഴിഞ്ഞിട്ടും നിയ്യത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ വീണ്ടും എന്താണ് താഴ്ത്തുന്ന ഏർപ്പാട്? ഇതൊക്കെ ആരിടാക്കെ ചിലർക്ക് ഒന്നെടുത്തോടത്ത് നോക്കി നിങ്ങൾ ചിലർക്ക് എന്തൊക്കെ കാട്ടാണ് നിയ്യത്തുള്ളത്. നിയ്യത്ത് എന്നാണ് നമ്മുടെ മനസ്സിലുള്ള ബോധാണ്. ഇപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്നോട് ചോദിച്ചു, ചില മനുഷ്യന്മാർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മുസല്ലിൽ 104 റകഅത്തിലില്ലാഹി തആല മുതവജ്ജിഹൽ ഖിബ്ലത്തി അദാ എന്നൊക്കെ ചൊല്ലി പറയാൻ വലിയ രേഖ ഉണ്ടോന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞെന്തരുണ്ടോ? അത് രേഖയല്ലാന്ന് മാത്രമല്ല, അത് ഏതുപോലെയാണ്. ഇപ്പൊ നമ്മൾ ചോറ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ചോറ് കഴിക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ കൈ ചോറിന്റെ നേരെ പോവുകയാണ്. ഇപ്പൊ ഞാൻ ഉരുള ഉരുക്കുകയാണ്. ഇപ്പൊ ഉരുള ഉരുക്കിയത് ഞാൻ വായിക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പൊ ചവച്ചരക്കിയത് ഞാൻ ഇറക്കാണ് വിശപ്പ് മാറാന് എന്ന് പറയുന്ന ഹംക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞ ഇബ്നു തൈമിയ്യ. ആ വിഡ്ഢിക്ക് തുല്യ സമമാണ് എന്നാ 4 റകഅത്ത് ഖിബ്ലന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാന്നുള്ളതൊക്കെ ആര് പറഞ്ഞു സുഹൃത്തുക്കൾ? അത് നബി ജീവിതത്തിൽ അങ്ങനെ ചെയ്തോ? ആയിഷ വ്യക്തമായിട്ട് പറഞ്ഞു, നബി നിസ്കരിക്കണം മുമ്പ് ബാങ്കു ഇക്കാമത്തും കൊടുക്കും. ബാങ്കു ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നബി ഉച്ചരിക്കുക അല്ലാഹു അക്ബർ മാത്രം. നിയ്യത്തിന് നമുക്ക് ബോധം ഉണ്ടാവൂലേ? ഇപ്പൊ നിങ്ങൾ 100 നിസ്കരിക്കാൻ വേണ്ടി, ഇനി അസർ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ എഴുന്നേറ്റിക്കുമ്പം ഒരു ഗുസ്തിക്ക് വേണ്ടി എഴുന്നേറ്റിക്കാൻ ആരും വിചാരിക്കുക. പിന്നെ റക്കാത്തിന്റെ എണ്ണം ആര് പറഞ്ഞതാ? എന്നാ സുജൂദിന്റെ എണ്ണം നിജപ്പെടുത്തണ്ടേ? എന്തിനാ സുജൂദിനെ നമ്മൾ അവഗണിച്ചത്? ഇത്ര സുജൂദിന്റെ എണ്ണം അല്ലെങ്കിൽ അത്തയ്യാത്തിന്റെ എണ്ണം പറയാം. പിന്നെ മുതവജ്ജിഹൽ ഖിബ്ലത്തി ഖിബ്ല നേരെ തിരിഞ്ഞുകൊണ്ട് അത് ചൊല്ലി പറയാനുള്ളതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാ. നിസ്കാരത്തിന്റെ ഷർത്ത. ബോധത്തോടുകൂടി ഒരു മനുഷ്യനൊരു പണി ചെയ്യുമ്പോ നിയ്യത്തുണ്ടായിന്ന. അപ്പൊ നമ്മൾ ബോധത്തോടുകൂടി നിസ്കരിക്കാൻ നിൽക്കാൻ നമുക്കറിയാം ഏതാ നിസ്കരിക്കണം. അതെന്നെ നിയ്യത്ത്. ചില ആളുകൾ ഇപ്പൊ നോമ്പിന് നിയ്യത്തൊക്കെ മറന്നു നേരം നോമ്പൊൽക്കാതെ ചില ചങ്ങായിമാരെ കാണാം. നോമ്പോറ്റില്ല എന്തേ നോമ്പൊക്കാൻ നിയ്യത്ത് മറന്ന്. നബിന്റെ കാര്യത്തിൽ ഒറ്റ സംഭവം കാണോ സുഹൃത്തുക്കളെ? ഒരു പെണ്ണ് നോമ്പോറ്റിട്ടില്ല. നബി ചോദിച്ചു എന്തടി നോമ്പൊൽക്കാൻ നിയ്യത്ത് എല്ലാം മറന്ന് നബിയെ? ഒരാണ് നോമ്പോറ്റില്ല. നബി ചോദിച്ചു എന്തേന്ന് നോമ്പൊൽക്കാൻ നിയ്യത്തൊക്കെ മറന്ന്. ഇനി ആ വിഷയം ഹദീസിൽ കൈകാര്യം ചെയ്യുന്നില്ല. ഇപ്പൊ നിയ്യത്ത് വെക്കാൻ മറന്ന എന്താ ചെയ്യേണ്ടത്? ഹദീസിൽ ആ വിഷയം തന്നെ കൈകാര്യം പ്രശ്നം തന്നെയല്ല. ഇപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് ചോദിച്ചു, നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ കിടക്കുന്ന അവസരത്തിൽ നിയ്യത്ത് ചൊല്ലി പറയണമെന്ന് ചോദിച്ചു. അപ്പൊ ഇബ്നു തൈമിയ്യ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയുന്നത്? ഇന്നിപ്പോ നിങ്ങൾ നോമ്പ് മുറിച്ചാണ്, നാളെ പെരുന്നാളല്ല റംസാൻ തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ നാളെ നോമ്പ് നോൽക്കൂലാന്ന് പ്രത്യേകം തീരുമാനമല്ല, എന്നാ നിയ്യത്തുണ്ടായില്ല. നാളെ നോമ്പ് നോൽക്കൂലാൻ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ എന്നാ ഓട്ടോമാറ്റിക്കലായിട്ട് നിയ്യത്തുണ്ടായില്ല. പിന്നെ അത്തായത്തിനൊക്കെ എഴുന്നേൽക്കുമ്പോ നിയ്യത്തൊന്നുകൂടി ഉണ്ടാകില്ലേ? ഇപ്പൊ നമ്മൾ അത്തായത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് നാളെ ഒരു കുസ്തിയുണ്ട്, അതിന് ഫ്രഷ് ആവാനാന്ന് വിചാരിക്കുവോ? ഇപ്പൊ പെണ്ണുങ്ങള് അത്തായത്തിന് എഴുന്നേൽക്കാൻ ചാക്ക് നെല്ലുത്താണ്ട് അതിന് വേണ്ടിയാന്ന് വിചാരിക്കുവോ? പിന്നെ കിടക്കുമ്പോ പട്ടൊന്നാട് ഉറങ്ങിയെന്ന് വരും, അൽക്കഫാർ ഉറങ്ങിയ മാതിരി. അവൻ പഠിച്ചോനെ ഞാൻ കിടന്നപ്പോ നിയ്യത്തൊക്കെ മറന്നല്ലോ, പ്രശ്നം തന്നെ ആക്കണ്ട. അപ്പൊ നിയ്യത്തിന്റെ വിഷയത്തിൽ ധാരാളം വസ്വാസ് കടന്നുകൊണ്ട വിഷയമാണ്. ഇനിയിപ്പോ നോമ്പിന്റെ വിഷയം തന്നെ നോക്കി. നിങ്ങൾ ഏറ്റവും വലിയ മാതൃക പ്രവാചകൻ പറഞ്ഞത്, എന്റെ മുസ്ലിം സമുദായം നോമ്പ് മുറിച്ചാൽ ധൃതിപ്പെടുന്ന കാലത്തോളം നന്മയിലാവുന്ന. അപ്പൊ 6-8 ബാങ്ക് വിചാരിക്കുക. എന്നാ 6-8 എന്നെ നോമ്പ് മുറിച്ച, അതാണ് തത്വ. നേരെ മറിച്ച് ഏതായാലും 6-8 വരെ പട്ടിണി കടന്നില്ലേ, ഒരു 6-10 ആയിക്കോട്ടെ, അത് തത്വയല്ല. അത് മതനിയമത്തെ മറികടക്കാണ്. അതായത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് പ്രവാചകനെ ചരിയത് നമുക്കൊരു പ്രശ്നമില്ലല്ലോ. അപ്പൊ 6-8 വരെ പട്ടിണി കടന്ന് നമുക്കെന്താ ഒരു 2 മിനിറ്റ് കൂടി വൈകുന്നതിന്. അത് നമ്മള് അങ്ങനെ ചെയ്തില്ല. 6-8 തന്നെ നമ്മൾ നോമ്പ് മുറിച്ചാൽ അതാണ് തത്വ. ചില യാഥാസ്ഥികന്മാരെ പള്ളി നോക്കേണ്ടി മഗ്‌രിബിന്റെ ബാങ്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. എന്നിട്ട് ജനങ്ങൾ പറയും ഒരു വലിയ മുത്തക്കിയാണെന്ന് അറിയും. കാരണം കലണ്ടർക്ക് തെറ്റുപറ്റിയാലോ, മുക്രിക്ക് തെറ്റുപറ്റിയാലോ, പറ്റിക്കോട്ടെ. നബിക്ക് തെറ്റുപറ്റി ഒരിക്കൽ നബി ആകാശം മേഘട്ടിക്കണ്. നബി സഹാബത്ത് നോമ്പ് മുറിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മേഘട് പോയി സൂര്യൻ അങ്ങനെ ഉദിച്ചു ഉയരുക. നബിയാണ് നോമ്പ് കളാ വിട്ടണ്ട, പഠിച്ചമ്മ ശിക്ഷിക്കൂലെന്ന് അറിഞ്ഞു. ഉമല്ലാന്റെ കാലത്തും സംഭവം ഉണ്ടായി. അന്ന് നോമ്പ് മുറിച്ചാലും കലണ്ടർ നോക്കിയിട്ടല്ലോ, ആകാശത്ത് നോക്കിയിട്ടല്ല. നമ്മളമായി 29 ദിവസം നമുക്ക് കണക്കെടുക്കാം. പെരുന്നാളും തോർപ്പിച്ചില്ലെങ്കിൽ ആകാശത്തിങ്ങനെ നോക്കുമ്പോണം. അങ്ങനെ ഇരട്ടാപ്പ് താപ്പ എന്നായിരുന്നു നബി സ്വീകരിച്ചിട്ടില്ല. നബിന്റെ സഹാബത്തിന് കാലത്ത് 29-30 ദിവസം നോമ്പ് മുറിച്ചാലും ആകാശത്ത് നോക്കിയിട്ടല്ല. ഉമല്ലാന്റെ കാലത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടായി. ആകാശത്ത് നോക്കി മേഘട്ടക്ക അവര് സൂര്യൻ അസ്തമിച്ചിങ്ങനെ വിചാരിച്ചിട്ട് നോമ്പ് മുറിച്ച്.
കുറച്ചു കഴിഞ്ഞപ്പോ അതാ സൂര്യൻ ഇങ്ങനെ പൊന്തുന്നു. ഉമല്ലാ പറഞ്ഞ് അൽബക്കറിന്റെ അവസാനത്തെ ആയത്തോതി റബ്ബനാ ലാ തുആഖിദനാ ഇൻ നസീനാ വ അഖ്തൈനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പടച്ചോനെ അമളി പറ്റിയാൽ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കുന്ന കളാ വിട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നബിസ്വലാസം പല തെത്ത് വന്ന് പറഞ്ഞാൽ നബി പറഞ്ഞു, നിങ്ങളെ നോമ്പ് മുറിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ധൃതിപ്പെടുന്ന അവസരത്തോളം ഈ മുസ്ലിം സമൂഹം തന്നെ എന്തിനാ നന്മയിലാന്ന് പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞ് അതേ സമയത്ത് അത്താഴോ പരമാവധി പിന്തിപ്പിക്കണമെന്ന് പറഞ്ഞു. ജയ്ദിബിന് സാബിത്തുള്ള പറയാണ്, നബി ഞങ്ങൾ അത്താഴം കഴിച്ചാൽ സുബീന്റെ ബാങ്ക് കൊടുക്കാൻ ഒരു 50 ആയത്തോതിനെ കതിർ എന്ന് പറഞ്ഞാൽ 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ സമയം എന്നാ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അപ്പോഴേക്കും സുബീന്റെ ബാങ്ക് കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ തെക്കുവ കൂടാൻ എന്ത് പറയുന്നുണ്ടോ 3 മണിക്ക് തന്നെ അത്താഴം കഴിക്കും. കാരണം അത്താഴം പിന്തിപ്പിച്ചാൽ ചിലപ്പം ആ പഴത്തിന്റെ രുചിയൊക്കെ വായിലുണ്ടാവും, ഇറച്ചിന്റെ രുചി ഉണ്ടാവും. അപ്പൊ തെക്കുവക്ക് കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യൊരു 3 മണിക്ക് തന്നെ ആക്കുക. നബി അത്താഴം കഴിച്ച ശേഷം ഒരു 5-10 മിനിറ്റ് സുബീന്റെ ബാങ്ക് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ എന്നാണ്. പിന്നെ രക്ഷാസം പറഞ്ഞ് ഇനി നിങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, സുബീന്റെ ബാങ്ക് കൊടുത്തു. സുബീന്റെ ബാങ്ക് ഞാൻ പറഞ്ഞ നബി കേട്ടോ, അത്താഴം അറിയിക്കാനുള്ള ബാങ്കല്ല. കാരണം നിഷ്കാത്തിലെ ചെറായ നിർക്കാത്തിൽ പ്രത്യേകം തന്നെ പറയുന്നുണ്ട് സുബീന്റെ ബാങ്ക ഉദ്ദേശം. അപ്പൊ നമ്മൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാങ്ക് കൊടുത്താൽ തത്വം എന്താ, വേഗം എഴുന്നേൽക്കലല്ല, വായിച്ച തുപ്പലല്ല. നബി പറഞ്ഞു യക്ലി ഹാജത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തിന്ന് തീർത്തോളി എന്നാണ്. നമ്മൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം ബാങ്കാട് വിളിച്ച് അപ്പൊ തത്വ വേഗം തുപ്പമായിലുള്ളത് അല്ലെ ചാടിക്കുറഞ്ഞ് എഴുന്നേൽക്കുക, അതല്ല തത്വ. പ്രവാചകൻ എന്താ പറഞ്ഞ അവിടെ നിൽക്കലാ തത്വ എന്നുള്ളത്. അപ്പൊ നബിസ്വലാസം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തിന്ന് തീർത്തോളി എന്നിട്ട് എഴുന്നേറ്റാ മതി എന്നറിഞ്ഞു. അതാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചെന്ന തത്വ എന്നർത്ഥം. അപ്പൊ ഓരോ രംഗത്തോക്ക് നിങ്ങൾ നമ്മൾ വസ്വാസിനെ കൊണ്ടുപോയിട്ട് എന്താണ് തത്വയാക്കി മാറ്റി മറിച്ച്. അതുകൊണ്ട് ഖുർആൻ നോക്കി നോമ്പിനെ കുറിച്ച് പറഞ്ഞ് കുഹിലക്കുലയിലെ നോമ്പിന്റെ പകൽ സമയത്ത് രാത്രി സമയത്ത് നിങ്ങൾ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ടോളി, വിരോധമല്ല, നിങ്ങൾ അത്താഴം കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു എന്താ പറഞ്ഞത്, വതിൽക ഹുദൂദുല്ലാഹ് കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. ഇങ്ങനെയാണ് പടച്ചോൻ നിയമങ്ങൾ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഇത് പടച്ചോന്റെ ഹുദൂദാണ്, ആയിരങ്ങൾ മറികടക്കരുത് എന്നറിഞ്ഞു. അപ്പൊ പരിശുദ്ധ റമളാൻ മാസത്തിന്റെ കാലത്ത് ഒരാള് ഭാര്യയുമായിട്ട് തീരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പാടിരുന്ന് അത് തത്വയല്ല. മുഹമ്മദിനേക്കാൾ വലിയ മുത്തക്കിയല്ലല്ലോ നമ്മള്. ഖുർആൻ പറഞ്ഞതാണ് നോമ്പിന്റെ രാത്രി സമയത്ത് ഭാര്യ ഭർത്ത ബന്ധങ്ങൾക്ക് സ്ഥാപിക്കാന്ന് പറഞ്ഞു. ഇനിയോ ചില ആളുകള് സുബീന്റെ ബാങ്ക് തന്നെ കൊടുക്കണ മുമ്പ് കുളിച്ച് ഫ്രഷായി നിൽക്കും. കാരണം ബാങ്ക് കൊടുക്കാൻ മുമ്പ് കുളിച്ചിട്ടില്ലെങ്കിൽ നോമ്പിനെ ബാധിക്കുന്ന എത്ര ഹദീസ ബുഖാരി മുസ്ലിം എന്നറിയങ്ങള്. ആയിഷ ബീബി, ഉമ്മു സലമ, അഫ്സയൊക്കെ പറയാണ്, നബി ഞങ്ങളൊന്നും കുളിന്റെ കാര്യത്തിൽ നോമ്പ് കാലത്ത് പ്രത്യേകം ജാഗ്രത പുലർത്താറില്ല. സാധാരണ മാസപ്ലാ കുളിക്കാൻ അങ്ങനെ കുളിക്കാറുണ്ട്. പ്രവാചകന് നോമ്പ് കാലത്ത് ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് തന്നെ ജുനുബ് ജനാപക്കാരനായിട്ട് നേരം വെളുക്കാറുണ്ട്. എന്നിട്ട് പ്രവാചകൻ കുളിക്കും, എന്ത് ചെയ്യും, നോമ്പ് പൂർത്തിയാക്കും. നമ്മളെ മുത്തക്കീങ്ങളെ സ്വഭാവം എന്താ, ബാങ്ക് കൊടുക്കാൻ മുമ്പ് തന്നെ കുളിച്ച് ഫ്രഷ് ആയി നിൽക്കണം, എന്നാലേ നമ്മൾ വലിയ മുത്തക്കിയാവുള്ളൂ. അപ്പൊ നബിനേക്കാളും വലിയ മുത്തക്കി നമ്മളാണോ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഖുർആൻ തന്നെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അല്ലാഹു പറയാണ്, ഇതൊക്കെ പടച്ചോന്റെ ഹുദൂദാണ് കേട്ടോ, നിങ്ങൾ അതിനെ മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ അതിനെ ആ ഹുദൂദിൽ നിൽക്കലാണ് നിങ്ങൾ മുത്തക്കി എന്ന് പറഞ്ഞിട്ടല്ലേ ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുന്നത്. തലാഖിനെ കുറിച്ച് പറഞ്ഞ് തലാഖ് ചെല്ലിയ പെണ്ണിനെ ഇദ്ദ കഴിഞ്ഞവരെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇത് അള്ളാന്റെ ഹുദൂദാണ് കേട്ടോ, നിങ്ങൾ അതിനെ മറികടക്കരുത്. നിങ്ങൾ മുത്തക്കവ കൈകൊള്ളാൻ വേണ്ടി അവിടെയും പറഞ്ഞ്. അപ്പൊ ഖുർആൻ ഇങ്ങനെ അതിർത്തി വരട്ട് കാണിച്ചു തരും. നബി ഇങ്ങനെ അതിർത്തി വര വരക്കും. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ സൂക്ഷ്മത എന്ന് പറഞ്ഞ് സെക്കുമാന്ന് പറഞ്ഞ് അതിനെ പരിധി ലംഘിക്കാൻ പിശാച് ഉണ്ടാക്കുന്ന വസ്വാസാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തത് വസ്വാസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്തിൽ അള്ളാഹു വിശദീകരിക്കാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനോടും അവയോടും ഒരു തോട്ടത്തിൽ പ്രവേശിച്ചിട്ട് എല്ലാം ഭുജിച്ചോളൂ എന്ന് പറഞ്ഞു. ഒരു വൃക്ഷം കാണിച്ചിട്ട് പറഞ്ഞു വലാ തഖ്റബ ആദി സജറ, ഈ മരത്തങ്ങൾ സമീപിക്കരുതെന്ന് പറഞ്ഞു. ആ സമയത്ത് പിശാച് വന്നിട്ട് വസ്വസ ലഹു ശൈത്താൻ, പിശാച് വസ്വാസ് ഉണ്ടാക്കി. ആദമേ ഈ മരത്തെ സമീപിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരുന്നോ, ആ പഴം പറിച്ചു തിന്നാല് അനക്കൊന്നും നിലനിൽപ്പുണ്ടാവും. മുൽക്കില്ല എബില നല്ല അധികാരം എനിക്ക് കിട്ടും. അപ്പൊ അതിലുള്ള വെറുപ്പ് കാരണത്താലാണ് പടച്ചോൻ ആ മരത്തെ സമീപിക്കരുതെന്ന് പറഞ്ഞത് വസ്വാസ് ഉണ്ടാക്കിയെന്ന വലിയൊരു തത്വമാണ് സുഹൃത്തുക്കളെ പഠിപ്പിക്കുന്നത്. അതായത് വസ്വാസ് എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ നിയമങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ
ഞാൻ പരാജയപ്പെടുമോ എന്നുള്ളൊരു ഭീതി ഉണ്ടാക്കുക. അല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പിനെ ബാധിക്കുന്ന ചിന്ത ഉണ്ടാക്കുക. അപ്പൊ പഠിച്ച പറഞ്ഞമാര് ഞാൻ കച്ചവടം ചെയ്യാണ്, എങ്കിലും ഞാൻ സാമ്പത്തികമായി പരാജയപ്പെടുമോ, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് പഠിച്ച പറഞ്ഞമാര് ഫർദ ഞാൻ ധരിച്ചാൽ എനിക്ക് ഭർത്താവ് വരാതിരിക്കുക. ഇങ്ങനെയൊക്കെ പിശാചി നമ്മളെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കുന്ന. ആദമിന് അങ്ങനെ ഉണ്ടാക്കിയത്, ഞാൻ പഴം പറിച്ച് തിന്നാല് എനിക്ക് നിലനിൽപ്പ് കിട്ടും. അപ്പൊ നിലനിൽപ്പ് ഉണ്ടാവരുമെന്ന് വിചാരിച്ചിട്ട് പറിച്ചോൻ പറിച്ചണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പൊ നിലനിൽപ്പിനെ കുറിച്ചുള്ള അതിര് കവിഞ്ഞ വാഞ്ച, അത് പിശാച് നമ്മളിൽ ഉണ്ടാക്കുന്ന പറിച്ചോന നിയമങ്ങൾ മറികടക്കാൻ വേണ്ടി അത് വസ്വാസാണ്. അപ്പൊ അത് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. അത് പിശാച് ഉണ്ടാക്കണം. അപ്പൊ പറിച്ചോൻ പറഞ്ഞമാര് കച്ചവടം ചെയ്യുക, ഒരാള് മായം ചേർത്തില്ല, മറ്റൊരു കൈകൂലി വാങ്ങിയില്ല, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ സാമ്പത്തിക പലിശ വാങ്ങിയില്ല, പലിശ പരിപൂർണമായി ഉപയോഗിച്ചാലൊക്കെ സാമ്പത്തിക രംഗത്ത് പഠിച്ചോന് ഞാൻ പരാജയപ്പെടുന്ന ഭീതി ഉണ്ടാക്കുക. അത് പിശാചുണ്ടാക്കുന്ന വസ്വാസാണ്. അത് അതിനെ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറയണം. അതുപോലെ തന്നെ ഈ നല്ലത് തിന്നാതിരിക്കാം, അല്ലെങ്കിൽ നല്ലത് ഉടുക്കാതിരിക്കാം, അല്ലെങ്കിൽ നല്ല വീട്ടിൽ താമസിക്കാതിരിക്കാം, ഇതൊക്കെ തത്വയായിട്ട് പിശാച് ചിലപ്പോൾ അവതരിപ്പിക്കുന്നു പറഞ്ഞു. ഇപ്പൊ സൂഫിയകൾ നോക്കി നിങ്ങൾ ബ്രഹ്മചര്യ, കല്യാണമൊന്നും കഴിക്കാതെ മല കയറുക, ഇതൊന്നും തത്വയല്ല. ഇപ്പം സുലൈമാൻ നബി മുത്തക്കിയല്ലേ ഇല്ലോ, സുലൈമാൻ നബി ഇസ്ലാം 1-ാം നമ്പർ ബംഗ്ലാവിലാ താമസിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ നല്ലൊരു വീടുണ്ടാക്കിയോണ്ട് നിങ്ങൾ മുത്തക്കാവാതിരിക്കണില്ല, നിങ്ങൾ കൂലി തന്നെ താമസിച്ചോണമെന്നില്ല. സുലൈമാൻ നബിയും ദാവൂ നബിയും പളുങ്കിന്റെ കൊട്ടാരത്തിലല്ലേ ജീവിച്ചത്, ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് ദാവൂ നബി മുത്തക്കല്ല എന്ന് പറയാൻ പറ്റുമോ? സുലൈമാൻ നബി ഇസ്ലാം മുത്തക്കല്ല എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ നബി ഇസ്ലാം പറഞ്ഞു, പടച്ചോൻ നിങ്ങൾക്ക് അനുഗ്രഹം, ഭൗതികമായി അനുഗ്രഹം ചെയ്തെന്നാൽ നിങ്ങളെ ശരീരത്തിലും ഒക്കെ കാണലാണ് പടച്ചോന് തൃപ്തി എന്ന് പറഞ്ഞു. ഒരാള് നബിന്റെ അടുത്ത് കയറി വന്ന് മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാ വന്നത്. അപ്പൊ നബി ചോദിച്ച് അലക്ക മാലും എവിടെ എനിക്ക് സ്വത്തുണ്ടോ എന്ന് ചോദിച്ച്. നബി എനിക്ക് എല്ലാ സ്വത്തുണ്ട്, കച്ചവടമുണ്ട്, കൃഷിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബിസ്ലാസം പറഞ്ഞെന്തരുണ്ടോ, ഒരു മനുഷ്യന് പടച്ചോന് സാമ്പത്തിക വിശാലത നൽകിയാൽ ഓന്റെ വസ്ത്രത്തിലും ഓന്റെ തീറ്റിയിലും അത് പ്രകടിപ്പിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞു. ഇപ്പൊ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആള് ഒരു ഹോട്ടലിൽ കയറി കട്ടൻ ചായ ഒരു നുറുക്കുടുത്ത് തിന്നുക, അതല്ല. ഓനെ തീറ്റി കണ്ടാൽ തരക്കേടില്ല, ഒരു സാമ്പത്തിക ശേഷിയുള്ളവനാണ്. ഓന്റെ വസ്ത്രം കണ്ടാൽ തരക്കേടില്ല, സാമ്പത്തിക ശേഷിയുള്ളവനാണ്. ഓൻ താമസിക്കുന്ന വീട് കണ്ടാൽ തരക്കേടില്ല, പഠിച്ചാൻ കുറച്ച് സാമ്പത്തിക ശേഷി കൊടുത്തവനാണ് എന്ന് അറിയിക്കലാണ് അള്ളാഹ്ക്ക് തൃപ്തി എന്നാണ്. പക്ഷേ അഹങ്കാരത്തേക്ക് നീങ്ങാനും പാടില്ല, ഇസ്രാഫിക്ക് നീങ്ങാനും പാടില്ല. അപ്പൊ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഒരിക്കല് ലക്ഷാസമ്മിനെ അന്വേഷിച്ച് വന്നൊരു സമ്പാദിയാലോ, നബി പറഞ്ഞ് നബിനെ അന്വേഷിച്ച് വന്നപ്പോ നബി വേഗം വിരുന്നുകാരെ സ്വീകരിക്കാൻ പോകാതെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത്, കണ്ണാടി മിർആത്ത് കണ്ണാടിയില്ല, പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് മുടി ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പൊ ആയിഷാബി ചോദിച്ച അന്ത തൊക്കാലും ആദായ റസൂലുള്ളാഹി നബിയെ, നിങ്ങളെ കാണാൻ വേണ്ടി ആളുകൾ വന്നിട്ട് കുട്ടികളെ മാതിരി നിങ്ങള് പാത്രത്തേക്ക് നോക്കി മുടി ചെയ്യുകയെന്ന് ചോദിച്ചു. അപ്പൊ നബിന്റെ മറുപടി, ആയിഷ അതന്നെ ഞാൻ ചെയ്യുന്നത്. ഇന്നല്ലാഹ ജമീലു യുഹിബ്ബുൽ ജമാല, പടച്ചോൻ ഭംഗിയുള്ളവനാണ്, അപ്പൊ ഭംഗിനെ തൃപ്തിപ്പെടുന്നെന്ന് പറഞ്ഞു. ഒരിക്കൽ നബി പ്രസംഗത്തിൽ അണു അളവ് അല്പമെങ്കിലും കിബറുള്ളവന് സ്വർഗത്തിൽ കടക്കൂല എന്നൊരു ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഒരു സഹാബി എഴുന്നേറ്റ് പറഞ്ഞു, നബി എനിക്കൊരു ചിന്ത ഉണ്ടാവാറുണ്ട്, എന്റെ ചെരുപ്പ് ആരും ധരിക്കാതെ നല്ല ചെരുപ്പാവണം, എന്നിട്ട് ഞാൻ നല്ല പൈസ കൊടുത്ത് ചെരുപ്പ് ധരിക്കും, അത് കിബറാണോ? മറ്റൊരു സഹാബി നബി എനിക്കൊരു ചിന്ത ഉണ്ടാവണം, ഞാൻ ധരിക്കുന്ന വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രമാവണം, ഇവിടെ ആരും ധരിക്കാതെ വസ്ത്രമാവണം, അപ്പൊ ഞാൻ പൈസ കൊടുത്തിട്ട് നല്ല വസ്ത്രം ധരിക്കും, അത് അഹങ്കാരം എന്ന് ചോദിച്ചു. അപ്പൊ നബിമാൻ അന്ന് അഹങ്കാരമല്ല, കിബർ എന്ന് പറഞ്ഞാല് ബത്രുൽ ഹാക്കിവ ഒംതുന്നാക്ക്, എത്ര സത്യം പറഞ്ഞു കൊടുത്താലും ഞാൻ പിടിച്ച മുതലിന് 2 കോയം തന്നെ ആ പിടിവാൾ സത്യം എത്ര പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കാതിരിക്കാതെ ആ കിബർ. അതുപോലെ തന്നെ ഒംതുന്നാത്തി, മറ്റോനെ പുച്ഛിച്ച് കാണുക, ഒന്നുമല്ല എന്ന് കാണുക, അതാ നേരെ മാറ്റി നിങ്ങൾ നന്നായി ചെരുപ്പ് ധരിക്കാൻ, നന്നായി വസ്ത്രം ധരിക്കൽ പടച്ചോനെ തൃപ്തിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോഴും നബി പറഞ്ഞ് ഇന്നല്ലാഹ ജമീലു യുഹിബ്ബുൽ ജമാല, പടച്ചോൻ സുന്ദരനാണ്, സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യത്താൻ തൃപ്തിപ്പെടുന്നെന്ന് പറഞ്ഞ്. അതേ സമയത്ത് സ്നേഹിതന്മാരെ കുടുംബത്തിൽ പട്ടിണി കിടക്കുന്നുണ്ട്, അയൽവാസി പട്ടിണിയാണ്, സമൂഹത്തിൽ പട്ടിണി ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധ ആവശ്യങ്ങൾ മാത്രം നിർവഹിക്കുക, ആവശ്യങ്ങൾ പരമാവധി വേണ്ടാന്ന് വെക്കുക. കാരണം എല്ലാ ആവശ്യം തന്നെയാണ്. ഇപ്പൊ ഒരു വീട്ടിലെ TV ഉണ്ടാവല് ആവശ്യം തന്നെയാണ്, എല്ലാം ഞാൻ പറയുന്നില്ല. അലക്കാൻ മെഷീൻ ഉണ്ടാവല് ആവശ്യം തന്നെയാണ്, എല്ലാം ഞാൻ പറയുന്നില്ല. അരക്കാൻ ഒരു യന്ത്രം ഉണ്ടാവല് ആവശ്യം തന്നെയാണ്, എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷെ
കുടുംബത്തിൽ പട്ടിണി പാപങ്ങൾ ഉണ്ടാവുമ്പം, അയൽവാസി പട്ടിണി കിടക്കുമ്പം, സമൂഹത്തിൽ പട്ടിണി പാപങ്ങൾ ഉണ്ടാവുമ്പം പരമാവധി നിർബന്ധ ആവശ്യങ്ങൾ മാത്രം നിർവഹിച്ചിട്ട് ആവശ്യങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ അതൊരു തത്വം തന്നെയാണ്. അത് എന്തിനാണ്? ഇവനെ സഹായിക്കാൻ ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലാതെ ഇതൊന്നും ഇപ്പൊ ഞമ്മക്ക് പറ്റൂല. ഖുർആൻ പറഞ്ഞ കുൽമൻ അറമ സീനത്തല്ലാഹില്ലതി അഖ്റജലി ഇബാദിഹി, ഈ നല്ലതൊക്കെ റീച്ച് അലങ്കാര വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു തന്നെയാണ് മുത്തഖീങ്ങൾക്ക്. പക്ഷേ കാഫിരീങ്ങൾക്ക് ഞാൻ കൊടുക്കും, പരലോകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും തിന്നാല് അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ നമ്മൾ മുത്തക്കി ആവൂല എന്ന് വിചാരിച്ചാവരുത്. നിങ്ങൾ നല്ല ബംഗ്ലാവിൽ താമസിച്ചാൽ തത്വക്കെതിരാന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ നല്ല മുന്തിയ വസ്ത്രം ധരിച്ചാൽ തത്വക്കെതിരാന്ന് നിങ്ങൾ വിചാരിക്കരുത്. 1 നമ്പർ വിലമതിപ്പുള്ള ചെരുപ്പ് ധരിച്ചാൽ തത്വക്കെതിരാന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ നിങ്ങളെ ജ്യേഷ്ഠന് സഹോദരന് പട്ടിണി കിടക്കുകയാണ്, നിങ്ങളെ അയൽവാസി പട്ടിണി കിടക്കുകയാണ്, സമൂഹത്തിൽ പട്ടിണി പാവങ്ങൾ ധാരാളം ഉണ്ടാകുക, എന്നിട്ട് ക്രിസ്തുമാസക്കൊക്കെ നീങ്ങാണ്, മറ്റു മാസക്കൊക്കെ നീങ്ങാണ്. ഇതൊക്കെ കണ്ടറിഞ്ഞാണ്ട് അവനെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ലാളിത്യ ജീവിതം നയിക്കാണ് ഏറ്റവും നല്ലതാണെന്ന് മാത്രം. അത് തത്വക്ക് അത് എതിരല്ല ഞാൻ പറഞ്ഞതെന്നർത്ഥം. അപ്പൊ ഇത് നമ്മളൊക്കെ കാര്യമായിട്ട് മനസ്സിലാക്കുക. ഈ സൂഫിസം സന്യാസമൊക്കെ ഉണ്ടാവാനുള്ള പ്രധാന കാരണം തത്വ തെറ്റിദ്ധരിച്ചതാണ്. നബിസ്വല്ലല്ലാഹു പറഞ്ഞത് എന്താണെന്നറിയങ്ങള്, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. ഒരു കല്യാണം നടക്കണേ സജീവമായി പങ്കെടുക്കുക, പന്തൽ ഞാൻ ഉണ്ടാക്കി തരാം, ചോറ് ഞാൻ ഏറ്റെടുത്ത് മറ്റേ ഏറ്റെടുത്തും അറിയാം. ഒരു സമ്മേളനം നടത്തുകയാണെങ്കിൽ സജീവമായി പങ്കെടുക്കുക. അപ്പൊ നബിസ്വല്ലല്ലാഹു ചിലപ്പോൾ പാട്ടുണ്ടായിന്ന് വരും, കുഴപ്പമുണ്ടായിന്ന് വരും, വിമർശിക്കും. ആ വിമർശനം സൈക്കിളാണ് നല്ലത്. വിമർശനം ഉണ്ടാവും, ഞാൻ ഒന്നിക്കും പങ്കെടുക്കലാന്ന് അകന്ന് നിൽക്കണേക്കാളും എന്ന് പറഞ്ഞു. നിങ്ങളെ ഏതോ ഒന്ന് വകുപ്പ് ഏറ്റെടുത്ത്, അപ്പൊ അതിന് പാട്ട് വന്ന് വെള്ളത്തിന്റെ നിങ്ങൾ ഏറ്റെടുത്ത് വെള്ളത്തിൻ്റെത് വെള്ളം കിട്ടിയില്ല, അപ്പൊ ആളുകൾ വിമർശിച്ചെന്ന് വരും. കണ്ടോ ഓനത് ഏറ്റെടുത്തുങ്ങാണ്ട്. അപ്പൊ നബിസ്വല്ലല്ലാഹു ജനങ്ങളെ എല്ലാ പ്രശ്നത്തിനും സജീവമായി പങ്കെടുക്കുക. അപ്പൊ അവരുടെ വിമർശനം ഉണ്ടാവും, അത് സഹിക്കുന്നവനാണ്, എനിക്കിപ്പോ വിമർശനമൊന്നും കേൾക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനേക്കാളും എന്താണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് മുസ്ലിങ്ങളായ നമ്മള് എല്ലാ രംഗത്തും സമൂഹത്തിന്റെ എല്ലാ നിഖില പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടണം. അപ്പൊ വിമർശനങ്ങൾ ഉണ്ടാവും, ഉണ്ടായിക്കോട്ടെ, സഹിക്കാം. എനിക്ക് വിമർശനമൊന്നും ഏറ്റെടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് അകന്ന് നിൽക്കലല്ല തത്വമെന്ന് പറഞ്ഞു. അത് പിൽക്കാലത്തുണ്ടായതാണ്, സൂഫിസത്തുനിന്ന് കടന്നുകൂടിയതാണ്. ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കൽ തത്വയായി കണ്ട് ഒരു മൂലയിലിരിക്കല് നബി അങ്ങനെയല്ല. നബി ഖുർആനിൽ തലവായ നബി അങ്ങാടി കൂടെ നടക്കും. ഇൻകം ടാക്സ് ഓഫീസറായ നബി ബുഖാരി കാണാം. നബിസ്വല്ലല്ലാഹു ഒരിക്കലും അങ്ങാടി കൂടെ നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് ഒരു കച്ചവടക്കാരൻ ഭക്ഷണം ഇതാക്കുകയാണ്. ഞാൻ പറഞ്ഞു അപ്പൊ നബി വഴി ഇറങ്ങിയില്ല. ഇതിലൊക്കെ ഒന്ന് കൈയിട്ട് നോക്കാൻ, കൈയിട്ട് നോക്കിയപ്പോ എന്താണ്, നനഞ്ഞ ഗോതമ്പാണ്. അപ്പൊ നബിസ്വല്ലല്ലാഹു പറഞ്ഞു എന്താണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു നബിയെ ഞാൻ മുസ്ലിമല്ലേ, ഞാൻ മനഃപൂർവ്വം ധാന്യം തൂക്കം കൂടാൻ വേണ്ടി നനച്ചതല്ല. ഇന്നലെ ഈ ധാന്യം ഇവിടെ വിൽക്കുകയാണ്, അപ്പൊ മഴ പെയ്ത് നനഞ്ഞതാണ്. അപ്പൊ നബിയാണ് അങ്ങനെയാണെങ്കിലും കേടുള്ള നീ വേറെ തന്നെ വെക്കണം. മനോശ ഫലയിസമില്ല, കച്ചവടത്തിൽ ചതിക്കുന്നവൻ ഒരിക്കലും മുസൽമാനല്ല. അപ്പൊ നബി അങ്ങാടി കൂടെ നടക്കാറുണ്ട്, തിന്നാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ആളുകളെ വിചാരം ആ തത്വക്കെതിരാണ്. തത്വയാണ് പള്ളിയിൽ തന്നെ മൂലി ഇങ്ങനെ കുത്തിരിക്കണം മൗലൈമാര്. തിരിച്ചിട്ട സംബന്ധം 2 സുഹൃത്തുക്കളെ. ഞാനൊരു പള്ളിയിൽ ഒരു ഇമാമിനെ നിർത്തി. ആ ചങ്ങായി എല്ലാ രംഗങ്ങളിലും ഇടപെടും, എല്ലാ പ്രശ്നങ്ങളും ഇടപെടും. ആ കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞ് മൗലവി പള്ളി കുത്തിരിക്കുന്നില്ല, മൂപ്പരെ പറ്റൂല നോക്കി. നമ്മളൊക്കെ ആവുന്ന മനസ്സിലാക്കി നേരെ മാറ്റി അച്ഛന്മാരെ നോക്കി. നിങ്ങള് അച്ഛന്മാര് നിഖില പ്രശ്നങ്ങൾ പങ്കെടുക്കില്ല. നമ്മളെ മൂല്യന്മാര് തിന്നാന്ന സമയത്ത് വീട്ടിൽ കയറി വരും. അതിനെന്നെ മടിക്കോലുണ്ടാവും, എനിക്കിപ്പോ നിങ്ങളെ വീട്ടിൽ വരാൻ പറ്റൂല. എന്നിട്ട് വലിയ നീളുള്ള ടിപ്പിക്കയറ്റി വാങ്ങിക്കുക. എന്നിട്ട് അതിന് കമ്മിറ്റിക്കാരൊരാളെ ശമ്പളം കൊടുത്ത് നിർത്തുക, മൗലയ്ക്ക് ചോറുണ്ടല്ലാന്ന് അറിഞ്ഞുകാണ്ട് നോക്കി. നിങ്ങള് ഇങ്ങനെ നമ്മള് മനസ്സിലാക്കി അതൊക്കെ നമ്മൾ തത്വമാണെന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മളെ ആളുകാരും എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, ജനങ്ങളുമായിട്ട് ഇടപെടൂലല്ലോ. ചിലർ ജമാഅത്തിന് വരെ വരാൻ പഠിച്ചു. കാരണം അതൊക്കെ വന്നാൽ നമ്മൾ ആ വക്കാറത്ത് ആ ഗാംഭീര്യതൊക്കെ എന്താണ് കുറവാണ് എന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ടാകുക. നബി അങ്ങനെയല്ല, എല്ലാവരും പീഡിക്കാണോ അങ്ങാടി. അതുകൊണ്ടല്ല ഖുർആനിൽ പറഞ്ഞ മാലി ആദർ റസൂലി എതിരാളെ ഇതെന്ത് നബിയാണ്? അങ്ങാടി ഇവിടെ ഇങ്ങനെ തന്നെയാണ് നടക്കണ നബി, തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കണ നബി എന്നൊക്കെ എതിരാളികൾ വിമർശിച്ചത് സൂറത്ത് ഫുർഖാനിലൊക്കെ എന്താണ് പ്രത്യേകിച്ച് പറയുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ ഇതൊന്നും നമ്മൾ തെറ്റിദ്ധരിച്ച മാതിരി തത്വയിൽ പെട്ടതല്ല.
ഫത്വ എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഇങ്ങനത്തെ ഒരു ജീവിതം നയിക്കലല്ല. വിശ്വാസം ഉണർത്തിയ പ്രവാചകന്റെ ജീവിതം അങ്ങനെയായിരുന്നു. നബി ഒരു വൈദ്യനായിരുന്നു, ഒരു ഭരണാധികാരിയായിരുന്നു, ഒരു ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു, ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവനായിരുന്നു. എല്ലാറ്റിലും നബി ഇടപെട്ടിരുന്നു. അതൊന്നും നബിസ്ലാസ്ലം തത്വക്കെതിരായിട്ട് കാണില്ല. അവർക്ക് തത്വ എന്ന് പറയാം. ഇനി സൂറത്തുകൾ നോക്കി, സൂറത്ത് ബഖറയിലൊന്ന് നോക്കിക്കൂടെ നമുക്ക്. ലൈസൽ ബിറാൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നന്മ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടൊന്നും തിരിക്കലല്ല എന്ന് പറഞ്ഞിട്ട് പറിച്ചു അങ്ങനെ എണ്ണി പറഞ്ഞു. വലാകിന്നൽ ബിറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, മലായികത്തിൽ വിശ്വസിക്കുക. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകിൻ, ധനത്തെ സ്നേഹിച്ചും കൊണ്ട് സാധുക്കൾക്കും കൊടുക്കുക, യാചകന്മാർ പട്ടിണി പാമ്പ് കൊടുക്കുക, യതീമിന് കൊടുക്കുക. പിന്നെ വസാബിരീന ഫിൽ ബഅസായി വൽ ളറായി, ക്ഷമ കൈകൊള്ളുക, വൽ മൂഫൂന ബിഅഹദി, കരാർ ലംഘനം നടത്താതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഉലായിക ഹുമുൽ മുത്തഖൂൻ, ഇവരാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞു. ഖുർആൻ ഇങ്ങനെ എന്ത് ചെയ്യില്ല, ആ മൂത്രിച്ചിങ്ങാണ്ട് എഴുന്നേറ്റ് അപ്പുറത്ത് പോയി കുത്തിരിക്കണോന്, അല്ലെങ്കിൽ അവിടെ കുരക്കണോന്, ഇങ്ങനെ എണ്ണി പറഞ്ഞിങ്ങാണ്ട് ഉലായിക ഹുമുൽ മുത്തഖൂൻ, ഇവരാണ് മുത്തഖീങ്ങൾ എന്നല്ല പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ധനം ധർമ്മം ചെയ്യുക, ധനം വിതരണ സാധുക്കളെ സഹായിക്കുക, കുടുംബത്തെ സഹായിക്കുക, ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന പറഞ്ഞിട്ട് ഖുർആൻ അവസാനം ഈ ആയത്ത് അവസാനിപ്പിക്കുന്ന എന്താ? ഉലായിക ഹുമുൽ മുത്തഖൂൻ, ഇവരാണ് കേട്ടോ യഥാർത്ഥ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞു. മറ്റേതൊക്കെ വസ്വാസാണെന്ന് അർത്ഥം. ഇനി സ്നേഹിതന്മാരെ ഇബ്നു ഹൈത്തമിയോട് ചോദിച്ച്, ഈ വസ്വാസ് ഇല്ലാതിരിക്കാൻ എന്താ ചികിത്സ എന്ന് ചോദിച്ചു. ചികിത്സ എന്താ? ഫതാവൽ ഹദീസ് ചോദിക്കാണ് വസ്വാസ് നീങ്ങാനുള്ള ചികിത്സ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഹൈത്തമി ഫതാവൽ ഹദീസിന് മറുപടി പറഞ്ഞുതരുന്നുണ്ടോ? വസ്വാസിന് വിധേയമാകാനുള്ള ചികിത്സ, ഒന്നാമത്തെ ചികിത്സ മതം എന്താന്ന് ശരിക്ക് പഠിക്കുക. മതം എന്താണ് ശരിക്ക് പഠിക്കുക. രണ്ടാമത്തത് എന്നേക്കാൾ വലിയ മുത്തഖി മുഹമ്മദ് നബിയാന്ന് മനസ്സിലാക്കുക. നമ്മളെക്കാളൊക്കെ വലിയ മുത്തഖി സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുഹമ്മദ് നബിയാന്ന് ശരിക്കും മനസ്സിലാക്കുക. മതത്തിന്റെ നിയമങ്ങൾ ശരിക്ക് പഠിക്കുക. എന്നിട്ട് അവിടെ നബിന്റെ ജീവിച്ചമാര് ജീവിക്കും. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ആയത്തോതി. മുഹമ്മദ് നബിക്ക് ഉത്തമ മാതൃക ഉണ്ട് എന്ന് അറിഞ്ഞ് ആ ഉത്തമ മാതൃക ഏത് രംഗത്തും സ്വീകരിക്കാം, മറ്റൊന്നും തന്നെ ഞാൻ ജീവിതത്തിൽ എടുക്കൂലെന്ന് വെക്കുക. ഇതാണ് വസ്വാസിനുള്ള ചികിത്സ എന്ന് ഇബ്നു ഹൈത്തം ഇവരെ ഫതാവൽ ഹദീസിൽ വിശദീകരിച്ചത് കാണാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും അട്ടിമാറി നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. അതായത് ഒരു പ്രാർത്ഥനയാണ്. ഇപ്പൊ ചിലവര് മാറി എന്താ അപ്പം മയ്യത്തിനോട് ഇറക്കുമെന്ന് പ്രാർത്ഥിച്ചാല് മുഹമ്മദ് നബി നമുക്ക് പഠിപ്പിച്ചെന്നോ? കക്കൂസക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചെന്നില്ലേ? കക്കൂസക്ക് പോകുമ്പം, പള്ളിക്ക് പ്രവേശിക്കുമ്പം, പള്ളിയിനോട് പോകുമ്പം കിടപ്പറിയിലെ പ്രാർത്ഥന പഠിപ്പിച്ചെന്ന നബിയെ ഒരാൾ മരിച്ചിട്ട് മയ്യത്തെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രാർത്ഥന പഠിപ്പിച്ചെന്നിക്കണോ? ഇല്ല. ഇനി പുയ്യാപ്പിള ഇറങ്ങുന്ന അവസരത്തിൽ തെക്ക് വണ്ടാൻ വേണ്ടി ഒരു പ്രാർത്ഥന നബി പഠിപ്പിച്ചെന്ന പുയ്യാപ്പിള ഇറങ്ങുമെന്നത് പ്രാർത്ഥിക്കണം എന്നുള്ളത് നബി മറന്നു വെക്കാന്ന പഠിച്ചോ മറക്കോ? ഇല്ലല്ലോ. ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴത് നബി പഠിപ്പിച്ചെന്നില്ലേ? പക്ഷെ അതേ നബി പഠിപ്പിച്ചെന്നോ? നിങ്ങളെ ഒരു മനുഷ്യന് മരിച്ചിങ്ങാണ്ട് ഓന്റെ മയ്യത്ത് അങ്ങനെ എടുക്കുന്ന അവസരത്തിൽ പ്രാർത്ഥന. അപ്പൊ ഇതൊക്കെ നമ്മൾ ബിദ്അത്ത് ചെയ്യലൊക്കെ നമ്മൾ എന്താക്കി സത്യമായിട്ട് കണ്ട് യഥാർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയെന്നറിയോ? അതായത് കള്ളുടിച്ച, വ്യഭിചരിച്ച, ഇതൊന്നും ബിദ്അത്ത് എന്ന് അറിയില്ല. പലിശ തിന്നുക, കൈകൂലി വാങ്ങുന്നതൊന്നും ബിദ്അത്തല്ല. ഇതിന് പറയാം ഫുജൂർ, ദുർമാർഗം, അല്ലെ ഇസ്മ്, പാപ്പം, ദമ്പ് എന്നൊക്കെയാ പറയാം. അല്ലെ ളുഹ്ർ നിസ്കാരമുള്ള 4 5 നിസ്കരിച്ച് അതിന് ബിദ്അത്ത് എന്ന് അറിയില്ല. അല്ലെ 4 റക്അത്തുള്ള 3 ചുരുക്കി നിസ്കരിച്ച് അതിനും ബിദ്അത്ത് എന്ന് അറിയില്ല. അതിന് തബ്ദീൽ, തഗ്യീർ എന്ന് പറയാം, മതം മാറ്റി മറിച്ച. ബിദ്അത്ത് എന്നാണ് 1 നമ്പർ നിസ്കാരം, 1 നമ്പർ നോമ്പ്, 1 നമ്പർ കൂട്ടുപ്രാർത്ഥന, 1 നമ്പർ സ്വലാത്ത്. പക്ഷേ മുഹമ്മദ് നബിന്റെ മാതൃക ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇമാം നബവി പണ്ഡിതന്മാരെ മുഴുവനും ബിദ്അത്താണ് തട്ടുന്നത്. വ്യഭിചാരല്ല, കള്ളുടിയല്ല. ഇപ്പൊ ഒരാള് കള്ളുടിച്ചങ്ങാണ്ട് പള്ളിന്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ചീത്തി തെറിയും പറഞ്ഞ് നടക്കുക, കണ്ടടാവൻ ബിദ്അത്ത് ചെയ്തെന്ന് അറിയില്ല. നേരെ മറിച്ച് മയ്യത്തുകൊണ്ടാണ് അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പോയാലോ അതിനാണ് ബിദ്അത്ത് എന്ന് അറിയാം. മരിച്ചോടത്ത് വെച്ചിങ്ങാണ്ട് ഒരുത്തന് ഖുർആൻ ഓതിയാൽ അത് ബിദ്അത്താണ്. നേരെ മറിച്ച് മരിച്ചോടത്ത് വെച്ചിട്ട് അനാവശ്യം വിളിച്ചു പറഞ്ഞാൽ അത് ബിദ്അത്തല്ല, തോന്നിയാസം, ദുർമാർഗം എന്നാ പറയാം.
മരിച്ച മയ്യത്തിലേക്ക് നായിന്റെ മോനെ ഇവിടെ പന്നി എങ്ങോട്ടും വിളിച്ചൊരുത്തന് ബഹളം കൂട്ടി കണ്ടൊരു വിദേഹത്ത് ചെയ്തെന്നറിയാം. വിദേഹത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനോ തന്നെ, നിസ്കാരന്നെ, നോമ്പന്നെ. പക്ഷെ പ്രവാചകന്റെ സീല് പതിഞ്ഞിട്ടുണ്ടാവില്ല. 3 സീല മുഹമ്മദ് നബിക്കുണ്ടോ? 1 പ്രവർത്തി, 2 വാക്ക്, 3 അംഗീകാരം. അതിന് ഏതാനും ചില ഉദാഹരണത്തിന് ഞാൻ വിശദീകരിക്കാം. ഇബ്നു ഹൈതമി മൂലയന്മാർ ഒന്നെടുത്ത് തോടുന്ന പണ്ഡിതനാണ്. ഫതാവിൽ കുബിൽ ചോദ്യം, ചില പള്ളിയിൽ മുഫ്തിമാര് ബാങ്ക് കൊടുക്കുന്ന മുമ്പ് സലാത്തൊല്ലു, ബാങ്ക് കൊടുക്കാൻ മുമ്പ് സലാത്തൊല്ലിട്ടാ ബാങ്ക് കൊടുക്കുക, അതിനെക്കുറിച്ച് എന്താ പറഞ്ഞു വെച്ച് ഹൈതമിയാറിന് അത് വിദഗ്ധ അനാചാര. അത് ചൊല്ലണം, മുക്രീനെ ഉപദേശിക്കുക, മുക്രിയെ നിങ്ങൾ ചൊല്ലരുത് ബാങ്കിന്റെ മുമ്പ് സലാത്ത് ഉപദേശിച്ചിട്ട് പലല്ലെങ്കിൽ എന്തെങ്കിലും കൈക്രിയ ചെയ്യണമെന്നാ. തഹ്സീർ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും മുറിയേൽപ്പിക്കുക. ഹൈതമ്യമാണ് ഇബ്നു തീമ പറഞ്ഞതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നോക്കിങ്ങള് സലാത്തല്ല വിദഗ്ധായത് അല്ലേ? പിന്നെ നബി പറഞ്ഞ് നബി അത്തയ്യാത്ത് ചൊല്ലുമ്പം ബിസ്മില്ലാഹി അത്തയ്യാത്ത് അൽ മുബാറക്കാത്ത് ചൊല്ലാറുണ്ട് എന്നാ നസായി ഉദ്ധരിച്ച ഹദീസാണ്. അത്തയ്യാത്ത് ചൊല്ലുമ്പം ബിസ്മില്ലാഹിന് അത്തയ്യാത്ത് ചൊല്ലാറുണ്ട്. പിന്നെ പ്രഗൽഭ സഹാബിയ ഇബ്നു മസൂദിന്റെ അത്തയ്യാത്തിൽ സ്ഥിരപ്പെട്ടും ചെയ്തിട്ടുണ്ട്. ഇബ്നു മസൂദ് അത്തയ്യാത്ത് ചൊല്ലുമ്പോൾ ബിസ്മില്ലാഹി അത്തയ്യാത്തോടെ തുടങ്ങാറുള്ളത്. എന്നിട്ടും നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ പറഞ്ഞ അത്തയ്യാത്ത് ചൊല്ലുമ്പോൾ ബിസ്മി എല്ലാം പാടില്ല, അത് വിദഗ്ധാണ്. ബിസ്മിപ്പം വിദഗ്ധായോ? ദുർബല ഹദീസ് വന്നും ചെയ്തില്ല. ചില ആളുകൾ പറയും ദുർബല ഹദീസ് വന്നാൽ അമലെടുക്കാൻ, അമൽ ചെയ്യാൻ നോക്കിങ്ങള് മനുഷ്യന്മാരെ തെറ്റിദ്ധരിക്കുന്നവരുടെ തെറ്റിദ്ധാരണ. അത് ദുർബല ഹദീസിൽ വന്നിക്കണല്ലോ, നസായിൽ വന്ന സിറ്റിപ്പെട്ടതാണ്, ചെല്ലാൻ പാടില്ല എന്ന് പറയാണ്. അതേമാതിരി നബി 5 നേരത്തെ നിസ്കാരത്തിൽ സലാം വീട്ടുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു ചൊല്ലാറുണ്ട് എന്നാ അബൂദാവൂദിന്റെ ഹദീസാ. 5 നേരത്തെ നിസ്കാരത്തിൽ ബറക്കാത്തു ചൊല്ലാറുണ്ട്. അബൂദാവൂദ് വെച്ച പഴയ ഹദീസ് സ്ഥിരപ്പെട്ടതല്ല, ദുർബലാണ്. എന്നിട്ട് ഫിഖിന്റെ കിതാബിലൊക്കെ പല ബറക്കാത്തു ചൊല്ലാൻ പാടില്ല എന്നറിഞ്ഞു, വിദഗ്ധാന്നറിഞ്ഞു. ബറക്കാത്തു എന്ന് പറഞ്ഞാൽ പഠിച്ചോന്റെ നന്മയും കൂടി ഉണ്ടാകട്ടെ എന്നല്ലേ. പിന്നെ അബൂദാവൂദ് വന്നിക്കണല്ലോ. ഇപ്പം ബറക്കാത്തുമാണ് വിദഗ്ധ എന്ന് പറഞ്ഞത്, അല്ലാതെ തമ്മാടിന്ന് വിളിച്ചലോ നായാന്ന് വിളിച്ചലോ അല്ല. ബറക്കാത്തുന്ന് ചൊല്ലല് അത് വിദഗ്ധ നബി കാണിച്ചു തന്നിട്ടില്ല. അതേമായി റംലിമാനോട് ചോദ്യം, ഒരു മനുഷ്യനെ കബറടക്കുമ്പം ബാങ്കു ഈ കാമത്തും കൊടുക്കാൻ പറ്റുമോ? റംലിമാന്റെ മറുപടി എന്തായാലുണ്ടോ? ആ ബാങ്കു ഈ കാമത്ത് കൊടുക്കല് അനാചാരം എന്നറിഞ്ഞു. ഇപ്പം ബാങ്കല്ല അനാചാര ഈ കാമത്തല്ല നബി മാതൃക കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ നബി മാതൃക കാണിക്കാത്ത ഇബാദത്തുകൾ എടുക്കലൊന്നും എന്തല്ല തത്വീപ്പെട്ടതല്ല സ്നേഹിതന്മാരത് അനാചാരായ നബി എല്ലാം ഇമ്രമെന്നും കുല്ലു മൂദസും വിദ്യ, നൂതന മനസ്സിന് നൂതന ഉണ്ടാക്കണമൊക്കെ വിദ്യാത്താണ്. കുല്ലു വിദ്യാത്തിൽ വലാല, എല്ലാ വിദ്യാത്തും ദുർമാർഗാണ്. കുല്ലു വലാലത്തിൽ പിന്നെ ആ ദുർമാർഗമൊക്കെ നരകത്തിലാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നബി പറയാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇത് പരസ്പരം മറിക്കരുത്. അതുകൊണ്ടാണ് വ്യത്യാസം പറഞ്ഞും ചെയ്ത് ഹൃദയത്തിനെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു നബി, ആ തഖ്വ ആവുന, ആ തഖ്വ ആവുന, ആ തഖ്വ ആവുന. തഖ്വ എവിടെയാണ്? ഹൃദയത്തിന്റെ ഉള്ളിലാണ്, ഇവിടെയാണ് എന്നറിഞ്ഞു. നമ്മളെ മനുഷ്യന്മാര് പറയും അത് മുജാഹിദ് പണ്ഡിതന്മാരെ കണ്ട ഒരു തഖ്വയില്ല, മുഖത്ത് നോക്കിയാല് മറ്റോനെ കണ്ട അങ്ങനെ തഖ്വ ഒഴുകുന്ന മനുഷ്യന്മാരെ വിചാരം ഈ തഖ്വ എന്നാണ് മുഖത്ത് കാണുന്ന ഏർപ്പാടാണെന്നാ. അത് മുഖക്കുരിയാണ് കാണുക മുഖത്ത്. നബി മുഖത്തേക്ക് ചൂണ്ടിങ്ങാണ്ട് തഖ്വ പടിയാന്നല്ല പറഞ്ഞത്. തലപ്പാമക്ക് ചൂണ്ടിയിട്ട് തഖ്വ പടിയാന്ന് പറഞ്ഞില്ല. താടിന്റെ അറ്റത്തേക്ക് ചൂണ്ടിയിട്ട് തഖ്വ പടിയാന്ന് പറഞ്ഞില്ല. നബി പറഞ്ഞത് ഹൃദയത്തിലെ നേരെ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞ് തഖ്വ പടിയാണ്, തഖ്വ പടിയാണ്, തഖ്വ പടിയാണ്. കാരണം ജാഗ്രത, പടച്ചോനെ ഹറാമാക്കി വരുന്നുണ്ടോളെ ജാഗ്രത. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞാൽ മുഖത്ത് കാണുന്നൊരു പ്രശ്നമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ രംഗത്ത് നിങ്ങൾ ബാലിനോട് പെരുമാറുമ്പം, അയൽവാസിയോട് പെരുമാറുമ്പം, നിസ്കരിക്കുമ്പം, ഒന്നെടുക്കുമ്പം, ഇത്തരം രംഗത്തൊക്കെ വരുന്ന അവസരത്തിൽ പടച്ചോനും നബിയും വരച്ചു തന്ന വര അത് ലംഘിക്കുന്നുണ്ടോ എന്നുള്ള ജാഗ്രത പുലർത്തുക. അതാണ് യഥാർത്ഥ തത്വ. നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച്, അല്ലെങ്കിൽ നല്ല വീട്ടിൽ താമസിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, ഇതൊന്നും എന്തെല്ലാം തത്വക്കെതിരല്ല. അതേ സമയത്ത് കീറി മുറിഞ്ഞ വസ്ത്രം, കുളിച്ചിട്ടുമില്ല, വൃത്തികെട്ട പാറിപ്പറക്കുന്ന മുടി, ഇങ്ങനെയൊക്കെ ആരും നടക്കണണ്ട. അത് തത്വയല്ല നബി പറഞ്ഞത്. ഒരിക്കൽ ഒരാൾ നബിന്റെ അടുത്ത് കയറി വന്ന് പാറിപ്പറക്കണ മുടിയാണ്. നബി കണ്ടടാ, അല്ല മുത്തക്കീന്ന് അറിഞ്ഞില്ല, ഇവനെ കൊണ്ടുപോ.
എന്നിട്ട് ഭാര്യന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നല്ലോണം എണ്ണയൊക്കെ ഇട്ടും ചീകിച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞു. നബി തൊപ്പിടാൻ പറഞ്ഞില്ല കേട്ടോ. പോയിട്ട് തലീകെട്ട് കെട്ടിക്കൊടുക്കി തൊപ്പിട്ട് കൊടുക്കിന്ന് അറിഞ്ഞില്ല. ഓനെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ പൂശി മുടിയൊക്കെ ചീകിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു. കൊണ്ടുപോയി അങ്ങനെ നല്ല എണ്ണൊക്കെ ഇട്ട് ചീകിനെ കൊണ്ടുവന്നപ്പോ ഇവർക്ക് എന്ത് ചൊറുക്കുണ്ട് കാണാന്. ഇങ്ങനെ ഞങ്ങൾ നടക്കേണ്ടതെന്ന് അറിഞ്ഞു. ആ ഭംഗിയിലൊക്കെ നടക്കല് അതൊന്നും നിങ്ങൾ തെക്കുവക്കെതിരായിട്ട് കാണരുത്. തെക്കുവ ഞാൻ പറഞ്ഞ മറ്റൊക്കെ വസ്വാസാണ്. പിശാച്ച് പല നിലയ്ക്ക് നമ്മളിൽ വസ്വാസ് ഉണ്ടാക്കാൻ ശ്രമിക്കണമാണ്. മുഹമ്മദ് നബിയാണ് ഏറ്റവും വലിയ മുത്തക്കിയാണ് മനസ്സിലാക്കുക. പിന്നെ പരമാവധി ഓരോന്നും പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ നബിയാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന അവാഉ തബഅൻ ലിമാ ജിഇതു ബിഹി. എന്ത് ചെയ്യുകയാണെങ്കിലും നബി ചെയ്തേ ഞാൻ ചെയ്യുള്ളൂ. അപ്പുറത്തേക്ക് നോക്കണ്ട, അബൂബക്കർ ചെയ്ത ഉമർ ഒന്നും ചിന്തിക്കണ്ട. നബി എവിടെയാ കൈയെട്ടിയത്? നെഞ്ചുമേലാണോ? എന്നാ അവിടെ കിട്ടുള്ളൂ. നബി എത്രയാ തറാവി നിസ്കരിച്ചത്? 11 എന്നാ അതേ നിസ്കരിച്ചുള്ളൂ. ഇനി ഉമർ അബൂബക്കർ എത്ര നിസ്കരിച്ചത് നോക്കാൻ നബി അറിഞ്ഞില്ല. നബിയാണ് ഞാൻ എന്താണോ കൊണ്ടുവന്ന് അത് എടുക്കുക, നിങ്ങൾ അപ്പുറത്തേക്ക് നോക്കണ്ടെന്ന് അറിഞ്ഞു. എന്നാലേ നിങ്ങൾ മുഅ്മിനാവുള്ളൂ എന്ന് അറിഞ്ഞു. അപ്പൊ ഏത് വിഷയത്തിൽ ആ പിടിവാശി നമുക്ക് വേണം. പ്രവാചകൻ എന്താ ചെയ്തെന്ന് അന്വേഷിക്കാം, അതെടുക്കുക. എന്നാ യഥാർത്ഥ മുത്തച്ഛ നമുക്ക് ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കുന്നർത്ഥം. അതുകൊണ്ട് ഈ വിഷയം പ്രത്യേകങ്ങൾ മനസ്സിലാക്കുക. വളരെയധികം തെറ്റിദ്ധരിച്ചൊരു വിഷയമായതുകൊണ്ട് ഈ ചില മനുഷ്യന്മാര് ചെറുമോദബിൽ നബവി പറഞ്ഞ് ഈ കാശിച്ചുങ്ങാണ്ട് വൃത്തിയാക്കിയിട്ട് കൈ വാസനിച്ചു നോക്കുന്ന പറഞ്ഞു. എന്നിട്ട് നബവി പറഞ്ഞു ഇത്തരക്കാരൊക്കെ വളരെ വൃത്തികെട്ട ആചാരതാക്കണം. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ശുദ്ധിയായിക്കളോ നോക്കാൻ വേണ്ടി വാസനിച്ചു നോക്കിയതൊക്കെ വസ്വാസിന് വിധേയമായ ആളുകളാണ്. തെക്കുവ ഇവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നൊക്കെ ആ വിഷയം കൈകാര്യം ചെയ്തപ്പോഴും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം വിഷയമൊക്കെയാണ് ഇപ്പൊ നമ്മൾ വലിയ തെക്കുവയായിട്ട് കണ്ടത്. അതൊക്കെ വസ്വാസാണെന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരെന്നെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതാണ് എന്നർത്ഥം. ധാരാളം ഹദീസ് ആ വിഷയത്തിലൊക്കെ വന്നിട്ടുണ്ട്. രക്ഷിതാക്കളെ നമ്മൾ പഠിപ്പിച്ചെന്ന അതിർത്തി വരമ്പുകൾ നമ്മൾ മറികടക്കാതിരിക്കുക ഓരോ വിഷയത്തിലും. അതാണ് നമുക്ക് ഏറ്റവും തൊക്കവാദിയെ പഠിച്ചോ ചെയ്യുക. അല്ലാത്തത് വിദ്യാത്തായിട്ടാണ് നബി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുക പഠിച്ചവനെ യഥാർത്ഥ മുത്തക്കികളായി ജീവിച്ച് മരിക്കുള്ള മഹത്തായ പതിനേഴ് പ്രദാനം ചെയ്യണം. والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى أفرأيتم اللات والعزى ومناة الثالثة الأخرى ألكم الذكر وله الأنثى تلك إذا قسمة ضيزى إن هي إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان إن
يتبعون إلا